അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിനൂരിഹി വഅഹ്യാനാ ബിനൂരി ഹബീബി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വാഹിബിൽ മഖാമിൽ അഅ്ലാ വഅലാ വറസൽ അലൈനാ ബിൽ ഫഖിൽ ഉലാ. റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജഅൽ ലി മിൻ ലദുൻക സുൽത്താനൻ നസീറാ. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന ഫഇൻ തവല്ലൂ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു റബ്ബുൽ അർശിൽ അസീം. പ്രിയപ്പെട്ട സുൽത്താനുകളെ, ഏറ്റവും അനുഗ്രഹീതമായ ഒരവസരത്തിലാണ് നാം ഇങ്ങനെ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ അവസരത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട തങ്ങളവർകൾ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരുമിച്ച് കൂടുവാനും പരിശുദ്ധരായ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മൗല അലി കറമല്ലാഹു വജ്ഹു അവിടുത്തെയും അതുപോലെ സയ്യിദന ഹസൻ റളിയല്ലാഹു അൻഹുവിനെയും സയ്യിദന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും സയ്യിദത്തുന ഉമ്മിന ഫാത്തിമത്തുൽ ബത്തൂൽ സുഹറ റളിയല്ലാഹു അൻഹയെയും ഒക്കെ ഓർക്കാനും ഹൃദയത്തോട് ചേർത്തു വെക്കാനുമൊക്കെ നമ്മെ പ്രേരിപ്പിച്ച, നമുക്കിങ്ങനെ അവസരമൊരുക്കിയ നമ്മുടെ ഏറ്റവും അഭിവന്യരായ, നമ്മുടെ ഹൃദയത്തിൻ്റെ താളമായി മാറിയ നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദ് അവർകളെ ഹൃദയപൂർവ്വം സ്മരിച്ചുകൊണ്ട് ഈ പരിശുദ്ധമായ സന്നിധിയിൽ അവിടുന്ന് സന്തോഷപൂർവ്വം സാന്നിധ്യമുണ്ടാകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ സംസാരം ആരംഭിക്കാം. ഓരോ മുഹറം വരുമ്പോഴും ഒരു പുതുവത്സരപ്പിറവിയുടെ അപ്പുറത്തേക്ക് ഓരോ വിശ്വാസിയുടെയും ഓരോ മുഅ്മിനിൻ്റെയും ഹൃദയം വല്ലാതെ വേദനിക്കുന്ന, വല്ലാതെ നൊമ്പരപ്പെടുന്ന ഓർമ്മകളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. പക്ഷേ അതിനപ്പുറം കഴിഞ്ഞ മജ്‌ലിസിൽ ഉസ്താദ് പറഞ്ഞതുപോലെ സയ്യിദന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഷഹാദത്ത് അതൊരു വേദന അല്ല, മറിച്ച് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന പരിശുദ്ധമായ തൗഹീദിൻ്റെ, സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന ആ പരിശുദ്ധ തൗഹീദിൻ്റെ ഉന്നതമായ സാക്ഷിത്വമാകുന്ന രഹസ്യത്തിൻ്റെ പൂർത്തീകരണമായിരുന്നു അവിടുത്തെ രക്തസാക്ഷിത്വം. അതുകൊണ്ട് തന്നെ ആ ഒരു ജ്ഞാനത്തിൽ നിന്നുകൊണ്ടാണ്, ആ ഒരു ഉന്നതമായ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നാണ് നമ്മുടെ ഓരോ ചർച്ചകളും, നമ്മുടെ ഓരോ ചിന്തകളും, നമ്മുടെ ഓരോ സംസാരങ്ങളും തുടങ്ങേണ്ടത്. ഇന്ന് മജ്‌ലിസിൻ്റെ തുടക്കത്തിൽ നമ്മുടെ കാസിം മഹബൂബ് പറഞ്ഞതുപോലെ മുഹറം 10 നമ്മൾ ഈ കർബലയുടെ ചിന്തകളിൽ ഒതുങ്ങുന്നതല്ല, മറിച്ച് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ അനേകം നാഴികക്കല്ലുകളായി മാറിയ, അല്ലെങ്കിൽ ഈ തൗഹീദിൻ്റെ സംസ്ഥാപനത്തിൽ മനുഷ്യ ചരിത്രത്തിലുടനീളം ഏറ്റവും നിർണായകമായ പല സംഭവ വികാസങ്ങളും നടന്ന ഒരു ദിവസമായിരുന്നു മുഹറം 10. എന്നാൽ അതിൻ്റെ എല്ലാം പൂർത്തീകരണം എന്നതുപോലെ തന്നെയാണ് ഈ ഷഹാദത്ത് സംഭവിക്കുന്നത്. ഈ ഒരു വിഷയം നമ്മൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ 2-3 തലത്തിലാണ് നമ്മൾ ഈ ഒരു വിഷയം ആലോചിക്കേണ്ടത്. ഒന്ന്, ഇതിൻ്റെ ഒരു ചരിത്രം, ബാഹ്യമായ ചരിത്രം, അതിൽ രാഷ്ട്രീയമുണ്ട്, അതുപോലെ മറ്റനേകം തലങ്ങൾ ആ ഒരു ചരിത്രത്തിൻ്റെ ഭാഗത്തിൽ കടന്നു വരുന്നുണ്ട്. രണ്ടാമത്തേത്, ഈ പരിശുദ്ധമായ രക്തസാക്ഷിത്വത്തിൻ്റെ, ഷഹാദത്തിൻ്റെ ആത്മീയമായ അനുഭവങ്ങളും ആത്മീയമായ ജ്ഞാനങ്ങളും. മൂന്നാമത്തേത്, എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ കർബലയുടെ ഷഹാദത്ത്
അല്ലെങ്കിൽ സയ്യിദുനാ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ഒരു ഷഹാദത്ത്, അല്ലെങ്കിൽ അഹ്ലു ബൈത്തിൻ്റെ ഈ ഒരു ഷഹാദത്തിനെ നാം ഇത്രമേൽ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യുന്നത് എന്നുള്ള ഒരു ചോദ്യം, സത്യത്തിൽ നാം ഈ ഒരു ചോദ്യത്തിനെ തന്നെ ആദ്യമായി അഭിമുഖീകരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ ആലോചിക്കുമ്പോൾ ഇസ്ലാമിക ചരിത്രത്തിൽ അനേകം രക്തസാക്ഷിത്വങ്ങൾ, അല്ലെങ്കിൽ ഈ പരിശുദ്ധമായ തൗഹീദിൻ്റെ പ്രചരണത്തിന് വേണ്ടി, ഇസ്ലാമിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടി അനേകം രക്തസാക്ഷിത്വങ്ങൾ, അനേകം ഉന്നതരായ മഹാന്മാരുടെ ജീവാർപ്പണങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യതിരിക്തമായിക്കൊണ്ട്, അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് എന്തുകൊണ്ടാണ് സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ഒരു പരിശുദ്ധമായ ഷഹാദത്തിനെ നാം ഇത്രമേൽ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നതും അതിൻ്റെ ആ ഒരു വളരെ വേദനാജനകമായ അനുഭവങ്ങളെ നമ്മുടേതായി തന്നെ നാം ഓർത്തെടുത്തുകൊണ്ട് സ്വയം അനുഭവിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയം ഇങ്ങനെ നീറിപ്പുകയുന്നുവെന്ന് നാം ആലോചിക്കണം. സത്യത്തിൽ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയാകുമ്പോൾ അവിടുന്ന് പ്രത്യേകമായി പറഞ്ഞിരുന്നു, തറക്തു ഫീക്കും സഖലൈൻ, ഞാൻ 2 ഭാരമേറിയ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഉപേക്ഷിച്ചുകൊണ്ട്, നിങ്ങൾക്കത് ആശ്രയമായിക്കൊണ്ട്, നിങ്ങൾക്ക് അഭയമായി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വിട്ടേച്ചു പോവുകയാണെന്ന്. അഹ്ലു ബൈത്തും അതുപോലെ അവിടുത്തെ തിരുസുന്നത്തും അല്ലെങ്കിൽ ഖുർആനുമായി അവിടുന്ന് അതിനെ വിശദീകരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം, വർത്തമാന കേരളീയ സാഹചര്യത്തിൽ അല്ലെങ്കിൽ വർത്തമാന മുസ്ലിം സാഹചര്യത്തിലൊക്കെ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും അല്ലെങ്കിൽ മതസംഘടനകളാണെങ്കിലും ഒക്കെ അഹ്ലു ബൈത്തിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് പാവപ്പെട്ട വിശ്വാസികളെ, അവരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ഓരോ സമയത്തും അഹ്ലു ബൈത്താണ് നിങ്ങളുടെ ആശ്രയം, നിങ്ങളുടെ അഭയം എന്ന് പറയുന്ന ആളുകൾ പോലും എന്തുകൊണ്ടാണ്, തങ്ങൾ എങ്ങനെയാണ് ഈ അഹ്ലു ബൈത്തിലേക്ക് ചേർന്നത്, അല്ലെങ്കിൽ തങ്ങളുടെ അടിസ്ഥാനം തന്നെ എന്താണ് എന്നുള്ള ഈ ഒരു പരിശുദ്ധരായ അഹ്ലു ബൈത്തിന്റെ, അഹ്ലുൽ അബാഉൽ അംസയുടെ സയ്യിദത്തുന ഫാത്തിമത്തു സുഹറ റളിയല്ലാഹു അൻഹ, അതുപോലെ അലിയുൽ മുർത്തള കറമല്ലാഹു വജ്ഹൻ, സയ്യിദന ഇമാം ഹസൻ റളിയല്ലാഹു അൻഹു, സയ്യിദന ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചേർത്ത് വെക്കുന്ന ഈ ഒരു അഹ്ലു ബൈത്തിനെ അവരെങ്ങനെയാണ് വിട്ടേച്ചുകൊണ്ട്, തങ്ങളുടെ അടിസ്ഥാനത്തെ മറന്നുകൊണ്ട് ഒരാൾ പോലും, നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുമ്പോൾ ഈ ഒരു ആഷൂറായിൻ്റെ ദിവസത്തിൽ ഈ ഒരു പരിശുദ്ധമായ കർബലയുടെ ഓർമ്മകൾ വരുന്ന സമയത്ത് ഈ ഒരു പരിശുദ്ധമായ ചിന്തകളെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് എവിടെയും അങ്ങനെ ഒരു ചർച്ച പോലും നമുക്ക് കാണാൻ കഴിയാത്ത ഒരു അവസരമാണ് നമുക്കുള്ളത്. ഈ ഒരു അവസരത്തിലാണ് എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഈ പരിശുദ്ധമായ രക്തസാക്ഷിത്വത്തെ നമ്മൾ വീണ്ടും വീണ്ടും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയും അതിനെ വീണ്ടും വീണ്ടും ചർച്ച ചെയ്യുകയും ചെയ്യുന്നതെന്ന് നാം ആലോചിക്കണം. അതിനെ ഏറ്റവും വ്യക്തമായി, ഇത്രമേൽ മനോഹരമായി, ഇത്രമേൽ വിശദമായി, ഇത്രമേൽ ഗഹനമായി അതിനെ വർണ്ണിച്ചിരിക്കുന്നതും വിശദീകരിച്ചിരിക്കുന്നതും സുൽത്താനുൽ ഹിന്ദ് വലി ഇബ്നു നവാസ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ അതിനെ മനോഹരമായി വിശദീകരിച്ചു. ഷാഹസ്ത് ഹുസൈൻ, ബാദ്ഷാഹസ്ത് ഹുസൈൻ, ദീനസ്ത് ഹുസൈൻ, ദീൻ പനാഹസ്ത് ഹുസൈൻ, സർദാദ് നദാദ് ദർദേ ദസ്ത യസീദ് ഹക്കൻ കബിനാ ഇലാ ഇലാഹസ്ത് ഹുസൈൻ. ഇത്രയും സമ്പൂർണമായ രീതിയിൽ സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഒരു ഷഹാദത്തിനെ മറ്റാരും വിശദീകരിച്ചിട്ടുണ്ടാകില്ല. ഷാഹസ്ത് ഹുസൈൻ, ബാദ്ഷാഹസ്ത് ഹുസൈൻ, നേതാവും ചക്രവർത്തിയും രാജാധികാരവും ഒക്കെ സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനാണ്. ദീനസ്ത് ഹുസൈൻ, ദീൻ പനാഹസ്ത് ഹുസൈൻ, ദീനും സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു തന്നെയാണ്. ദീൻ അഭയമായി, അഭയ കേന്ദ്രമായി വർത്തിക്കുന്നതും സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു തന്നെയാണ്. അവിടുന്ന് തൻ്റെ കരം ചോദിച്ചപ്പോൾ യസീദിന്റെ കരങ്ങളിൽ തൻ്റെ പരിശുദ്ധമായ കരം നൽകാൻ അവിടുന്ന് ഒരിക്കലും തയ്യാറായില്ല. മറിച്ച് അവിടുന്ന് തൻ്റെ ശിരസ് തന്നെ യസീദിന് മുന്നിൽ ബലിയർപ്പണം ചെയ്തു. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരിക്കലും ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരിക്കലും പൂർണ്ണമാവുകയില്ല. ഇവിടെയാണ് നാം ഈ ഒരു ചിന്തയുടെ, ഈ ഒരു രക്തസാക്ഷിത്വത്തിൻ്റെ ഓർമ്മകളെ നാം നമ്മോട് ചേർത്ത് വെക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഷഹാദത്ത് എന്ന വാക്ക് നമുക്കറിയാം. ഷഹാദത്ത് എന്ന പദം അത് ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികത്തു വഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത് എന്ന് പറയുന്ന ആയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്
അള്ളാഹുവും മലക്കുകളും ഉലുൽ ഇൽമും ഷാഹിദായി. ഷഹാദത്ത് എന്ന് പറയുന്നത് സാക്ഷിത്വത്തിനാണ് ഉപയോഗിക്കുന്നത്. ആ സാക്ഷിത്വം അത് രക്തസാക്ഷിത്വം മാത്രമല്ല, രക്തസാക്ഷിത്വമുണ്ട്, അതുപോലെ ആത്മസാക്ഷിത്വമുണ്ട്, ഹൃദയസാക്ഷിത്വമുണ്ട്. അനേകം സാക്ഷിത്വങ്ങൾ ഈ ഷഹാദത്തിൽ അടങ്ങിയിരിക്കുന്നു. അതുപോലെ ഈ ഷഹാദത്ത് അത് ഒരൊറ്റ തലത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഷഹീദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു വൽ മലായികത്തു വഉലുൽ ഇൽം. അള്ളാഹുവിൻ്റെ സാക്ഷിത്വമുണ്ട്, മലക്കുകളുടെ സാക്ഷിത്വമുണ്ട്, ഉലുൽ ഇൽമിന്റെ സാക്ഷിത്വമുണ്ട്. അപ്പോൾ സാക്ഷിത്വം എന്ന് പറയുന്നത് ഈ രീതിയിൽ ഇതിൻ്റെ വിശദമായ തലങ്ങളിലൂടെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ്, അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോഴാണ് സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ഒരു സാക്ഷിത്വത്തെക്കുറിച്ച്, അത് ഒരു രക്തസാക്ഷിത്വം എന്ന ഒരു തലത്തിൽ മാത്രം ഒതുക്കാതെ ഈ ഒരു ഷഹാദത്തിൻ്റെ അനേകം തലങ്ങളെ മുഴുവനും സ്വാംശീകരിക്കുന്ന, ആ തലങ്ങളെ മുഴുവനും സമ്പൂർണമായി പൂർത്തീകരിക്കുന്ന ഉന്നതമായ സാക്ഷിത്വമായി നാം മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഒരു റബീഉൽ അവ്വൽ മജ്ലിസിനോടനുബന്ധിച്ച് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ചർച്ച വന്നപ്പോൾ ഉസ്താദ് പറഞ്ഞു, എല്ലാവരും സംസാരിക്കണം, പക്ഷേ നിങ്ങളാരും വായിച്ചറിഞ്ഞ കാര്യങ്ങൾ പറയരുത്, മറിച്ച് നിങ്ങളുടെ അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങൾ പറയണമെന്ന്. ഓരോ സമയത്തും ഇവിടെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആത്മീയമായ പരിശ്രമങ്ങളിലൂടെ അറിവുകൾ അനുഭവങ്ങളാകുന്ന തലങ്ങളിലേക്ക് നമ്മൾ യാത്ര ചെയ്യാതെ സംസാരിക്കുന്നതിൻ്റെ വളരെ വലിയ പേടിയുണ്ട്. കാരണം അത്തരം അറിവുകൾ നമ്മുടെ നാവുകളിലൂടെ മാത്രമാണ്, അത് ഒരിക്കലും കേൾക്കുന്നവരുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകാൻ പറയുന്നവർക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെ വിഷയങ്ങൾ അവതരിപ്പിക്കുമെന്ന പേടി എപ്പോഴുമുണ്ട്. എങ്കിലും നമ്മൾ ഈ വിഷയങ്ങൾ സംസാരിക്കാമെന്ന് മാത്രം. നമ്മൾ ഈ മുഹറത്തിൻ്റെ ചിന്തകളിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു സുന്നി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ തലങ്ങളിൽ ഈ ഒരു വിഷയങ്ങളെ ഇത്രമേൽ ഒതുക്കപ്പെട്ടു, അല്ലെങ്കിൽ പ്രധാനമില്ലാതെ അപ്രധാനമായി മാറ്റപ്പെട്ടു എന്ന് ചിന്തിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അത് അഹ്ലുബൈത്തിനെ കുറിച്ച് എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ അതേ സമയം തന്നെ അവരെല്ലാവരും ഷിയ ആയി മുദ്ര കുത്തപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ, അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയം സംസാരിക്കാൻ എപ്പോഴും തങ്ങളുടെ അടിസ്ഥാനമായിട്ട് പോലും സയ്യിദന്മാർ പോലും ഈ വിഷയം സംസാരിക്കാൻ മടിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ പരിശുദ്ധമായ തൗഹീദ്, അഹ്ലുബൈത്തില്ലാതെ ആ ഒരു തൗഹീദിനെ നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാനോ അറിയാനോ അനുഭവിക്കാനോ കഴിയുകയില്ല എന്നതുകൊണ്ട് തന്നെ നാം ഓരോ സമയത്തും അഹ്ലുബൈത്തിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കണം. കാരണം ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായും വീണ്ടും വീണ്ടും അവിടുന്ന് തൻ്റെ സമൂഹത്തെ ഓർമ്മിപ്പിച്ചത് ഉല്ലാ അസ്അലുക്കും അജ്രി ഇല്ലൽ മവദ്ദത ബിൽ ഖുർബ, ഞാൻ നിങ്ങളോട് യാതൊന്നും ഈ പരിശുദ്ധമായ തൗഹീദിന്റെ ഉന്നതമായ അനുഗ്രഹമായി ഞാൻ നിങ്ങൾക്ക് ഇത്രമേൽ തീക്ഷ്ണമായ യാതനകളിലൂടെ നിങ്ങൾക്കിത് പകർന്നു നൽകിയിട്ടും നിങ്ങളിൽ നിന്ന് യാതൊരു പ്രതിഫലവും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, എൻ്റെ കുടുംബത്തെ നിങ്ങൾ സ്നേഹിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഏറ്റവും അംഗീകരിക്കപ്പെടുന്ന സോഴ്സുകളിൽ നിന്ന് തന്നെ, സ്രോതസ്സുകളിലൂടെ, ഹദീസ് ഗ്രന്ഥങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്കറിയാം, അഹ്ലുബൈത്ത് ഈ പരിശുദ്ധമായ കർബലയെക്കുറിച്ച് ഓർക്കുന്നതും അതിനെക്കുറിച്ച് സംസാരിക്കുന്നതും അതിൻ്റെ വേദനകളെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് കണ്ണീർ വാർക്കുന്നതും പരിശുദ്ധരായ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്ത് തന്നെയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും മൗല അലി കറമല്ലാഹു വജ്ഹും അതുപോലെ മറ്റനേകം സ്വഹാബികളും പരിശുദ്ധരായ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയെ പോലെയുള്ളവരും ഒക്കെ ഈ ഒരു വിഷയങ്ങളെ ഓർത്ത്, അത് വീണ്ടും വീണ്ടും ഓർത്ത്, ഈ കർബല സംഭവിക്കുന്നതിനും എത്രയോ മുമ്പ് തന്നെ ഈ വിഷയങ്ങൾ ഓർത്ത് അവിടുന്ന് കണ്ണീർ വാർത്തിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇത് സുന്നത്തിന്റെ തന്നെ ഭാഗമാണ്. ഇതൊരിക്കലും അഹ്ലുബൈത്തിനെ അല്ലെങ്കിൽ മൗല അലി കറമല്ലാഹു വജ്ഹു
അവിടുത്തെ കൂടുതലായി പറയുന്നു എന്നതുകൊണ്ട് ഷിയാക്കൾക്ക് വിട്ടുകൊടുക്കേണ്ട കാര്യമല്ല. മുഹറത്തിന്റെ നോമ്പിനെ കുറിച്ച് പറഞ്ഞതുപോലെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔനിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ നന്ദി സൂചകമായി ഞങ്ങൾ നോൽമ്പ് നോക്കുന്നു എന്ന് ജൂതന്മാർ പറഞ്ഞപ്പോൾ എൻ്റെ സഹോദരൻ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് ഏറ്റവും അടുത്തത് ഞങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ആ നോമ്പ് നോൽക്കേണ്ടത് ബാധ്യതയാകുന്നത് അല്ലെങ്കിൽ അവകാശപ്പെടുന്നത് നമുക്ക് തന്നെയാണ്. അടുത്ത വർഷം മുഹറം 9 ഞാനുണ്ടെങ്കിൽ മുഹറം 9 ഞാൻ നോൽക്കുമെന്ന് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ കർബലയെ കുറിച്ച് നാം ഓരോ അവസരങ്ങളിലും ഓരോ നിമിഷങ്ങളിലും നാം ഓർത്തുകൊണ്ടേയിരിക്കണം. നാം കുടിക്കുന്ന ഒരു തുള്ളി വെള്ളത്തിന്, നാം കഴിക്കുന്ന ഒരു പിടി ഭക്ഷണത്തിന് നാം പരിശുദ്ധരായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ആ പരിശുദ്ധമായ ഷഹാദത്തിനോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് നാം ആലോചിക്കണം. കാരണം കർബലയുടെ ആ ഭൂമിയിൽ നിറഞ്ഞൊഴുകുന്ന യൂഫ്രട്ടീസ് നദിയുടെ ആ ഒരു അടുത്ത് നിന്നുകൊണ്ട്, അതിന്റെ ഓരത്ത് നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുവും അഹ്ലു ബൈത്തും അവിടുത്തെ പിഞ്ചു കുഞ്ഞുങ്ങളും ദിവസങ്ങളോളം ദാഹിച്ച് വലഞ്ഞുകൊണ്ട് ഒരു തുള്ളി വെള്ളം കിട്ടാതെ അവർ യാത്രയാകുമ്പോൾ അവിടുന്ന് ഒരു നിമിഷമെങ്കിലും ഹുസൈൻ റളിയല്ലാഹു അൻഹു ചിന്ത മാറിയിരുന്നുവെങ്കിൽ ഈ മനുഷ്യവംശം തന്നെ ഒരിറ്റു വെള്ളത്തിന് വേണ്ടി, ആ ദാഹജലത്തിന് വേണ്ടി നാം വളരെയേറെ കഷ്ടപ്പെട്ടിരുന്നു. അവരുടെ ആ ഉന്നതമായ റഹ്മത്തിന്റെ, ആ ഒരു പരിശുദ്ധമായ കാരുണ്യത്തിന്റെ ആ അവശേഷിപ്പാണ് നാം കുടിക്കുന്ന ഓരോ തുള്ളി വെള്ളവും. അതുകൊണ്ട് തന്നെ ഒരു തുള്ളി വെള്ളം നമ്മുടെ ശരീരത്തിലേക്ക് നാം കുടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ഓരോ തുള്ളി വെള്ളത്തിനും ഓരോ പിടി ഭക്ഷണത്തിനും നാം പൂർണ്ണമായി കടപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധരായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനും അവിടുത്തെ ആ ഒരു അഹ്ലു ബൈത്തിനും. കാരണം നമ്മൾ ഇതിന്റെ ഒരു ചരിത്രത്തിലൂടെ വരുമ്പോൾ നമ്മൾ അഹ്ലു ബൈത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അല്ലെങ്കിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവും വെറും ഒരു 73 വരുന്ന ചെറിയൊരു സംഘം എന്ന് പറയും. ഞാൻ അതിൽ ഷഹീദായ ആളുകളുടെ പേരുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അതിന് നമ്മൾ ഇത്രയും അതിൽ ആ ഒരു കർബലയുടെ രണഭൂമിയിൽ ജീവത്യാഗം ചെയ്ത പരിശുദ്ധരായ അത്യുന്നതരായ ആ ജ്ഞാനികളുടെ, ആ ത്യാഗികളുടെ പേരുകൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഇത്രമേൽ കരഞ്ഞു പോകും. കാരണം വെറും ഏതെങ്കിലും ഒരു കൂട്ടമല്ല, മറിച്ച് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റവും അടുത്ത് നിന്ന, ഏറ്റവും ചേർന്ന് നിന്ന അവിടുത്തെ കുടുംബത്തിലെ അംഗങ്ങളായിരുന്നു അതിലെ ഭൂരിഭാഗം പേരുമെന്ന് നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഞാൻ ആ ഭാഗത്തേക്ക് വരാം. അതിനു മുന്നേ എന്തുകൊണ്ട് കർബല നമ്മൾ വീണ്ടും ആലോചിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പ്രാമാണികമായി എന്തുകൊണ്ടാണ് നമ്മൾ വീണ്ടും കർബല ആലോചിക്കുന്നത്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനായി ഈ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കണം. അത് ഹംബലി മദ്ഹബിന്റെ ഇമാമും ഉന്നതരായ ഹദീസ് ജ്ഞാനിയുമായ ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ തൻ്റെ മുസ്നദിൽ അതുപോലെ അനേകം നമ്മൾ അംഗീകരിക്കുന്ന അനേകം ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്ന ഒരുപാട് ഹദീസുകളുണ്ട്. ഇപ്പോൾ മുസ്നദിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മുസ്നദിനെ കുറിച്ച് പറയുമ്പോൾ സിഹാഹു സിത്തയിൽ ഈ നമ്മൾ ഏറ്റവും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രാമാണികമായി ഗ്രന്ഥങ്ങളായി നാം പരിഗണിക്കുന്ന സിഹാഹു സിത്തയിൽ ഇബ്നു മാജക്ക് പകരം മുസ്നദ് അഹമ്മദ് പരിഗണിക്കണമെന്ന് പല ജ്ഞാനികളും പറഞ്ഞിട്ടുണ്ട്. അത്രയും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് മുസ്നദ് അഹമ്മദ്. ഈ മുസ്നദ് അഹമ്മദിൽ അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, അബ്ദുല്ലാഹിബ്നു നുജയ്യിൻ അൻ അബീഹി അന്നഹു സാറ അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ. അപ്പോൾ പിന്നെ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലുള്ള ആദ്യത്തെ അത് പറയാം. പിന്നെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നമുക്ക് എല്ലാവർക്കും വളരെയധികം പരിചയം. ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വർഷങ്ങളോളം ഖിദ്മത്ത് ചെയ്യുകയും അവിടത്തോട് ചേർന്ന് നിൽക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഉന്നതരായ സ്വഹാബിയാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മലക്കുൽ മത്തർ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പ്രവേശിക്കാൻ സമ്മതം ചോദിക്കുകയും അങ്ങനെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ സയ്യിദത്തുന ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താമസിക്കുന്ന ദിവസം മഴയ്ക്ക് ഏൽപ്പിക്കപ്പെട്ട മലക്ക് അവിടുന്ന് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പ്രവേശിക്കാൻ സമ്മതം ചോദിച്ചു. ആ സമയത്ത് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ആരെയും അകത്തേക്ക് കയറ്റി വിടരുത് എന്ന്. അങ്ങനെ മലക്ക് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പോവുകയും അവിടുന്ന് സംസാരിക്കുകയും ചെയ്ത സമയത്താണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു വരുന്നതും അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ
ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹ തടയുകയും, എന്നാൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് അത് അംഗീകരിക്കാതെ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂമിലേക്ക് കയറി പോവുകയും ചെയ്തു. നമ്മൾ ഹുസൈൻ റളിയല്ലാഹുവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാനിങ്ങനെ നമ്മൾ ഒരുപാട് വിഷയങ്ങളിലേക്ക് വീണ്ടും ഇങ്ങനെ കടന്നു പോകുമെന്നുള്ളത് കൊണ്ടാണ്, പ്രത്യേകിച്ച് ചരിത്രത്തിന്റെ ഭാഗങ്ങളിലേക്ക് കൂടുതലായി പോകണ്ട എന്ന് പ്രത്യേകം പറഞ്ഞതുകൊണ്ടാണ് അങ്ങോട്ട് പോകാത്തത്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവും ഹസൻ റളിയല്ലാഹു അൻഹുവും ജനിച്ച് വീഴുമ്പോൾ തന്നെ അവരെ എടുക്കുന്നത്, അവരെ ഏറ്റുവാങ്ങുന്നത് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുപോലെ സാധാരണ നമുക്കറിയാം, പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ ഒന്ന് കഴുകി വൃത്തിയാക്കും. അതുപോലെ ഈ അവസരത്തിൽ സയ്യിദത്തുന ഫാത്തിമ ഉമ്മ അവിടുന്ന് പ്രസവിച്ചപ്പോൾ കുട്ടിയെ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ ആ പ്രസവിച്ച് അതിന് ശുശ്രൂഷ നൽകുന്ന സ്ത്രീ പറയുന്നുണ്ട്, അവരെ കുളിപ്പിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അള്ളാഹു അവരെ പരിശുദ്ധരാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടികളെ വാങ്ങുകയും അവിടുത്തെ പരിശുദ്ധമായ നാവാണ് ആ കുട്ടിക്ക് ആദ്യമായിട്ട് നമ്മൾ മധുരം കൊടുക്കുന്നത് പോലെ ആ കുട്ടിയുടെ ആ പിഞ്ചു വായിലേക്ക് വെച്ചു കൊടുക്കുകയും അവിടുത്തെ നാവ് ആ കുട്ടി ഇങ്ങനെ പാല് കുടിക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ മധുരം കൊടുക്കുന്നത് പോലെ നുണഞ്ഞു എന്നുമാണ് നമുക്ക് ഹദീസുകൾ കാണാൻ കഴിയുന്നത്. ചരിത്രത്തിലുടനീളം ഹദീസുകളിൽ നിരന്തരം നമുക്ക് കാണാൻ കഴിയുന്നത് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ അവസരത്തിലും എൻ്റെ കുട്ടികൾ ഇബിനായ എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ ഇബിനി എന്നുള്ള രീതിയിലാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും ഹസൻ റളിയല്ലാഹു അൻഹുവിനെയും അഭിസംബോധന ചെയ്തത്. പിന്നീട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും, അലി റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്ത സമയത്ത് യുദ്ധരംഗങ്ങളിൽ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഏറ്റവും മുന്നിലേക്ക് നിർത്താതെ, ഏറ്റവും മുൻപന്തിയിൽ നിർത്താതെ ബാക്കിലേക്ക് വെക്കുമ്പോൾ ഉന്നതരായ പല സ്വഹാബികളും വന്നുകൊണ്ട് സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് അങ്ങ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും ഹസൻ റളിയല്ലാഹു അൻഹുവിനെയും യുദ്ധത്തിന്റെ ഏറ്റവും മുൻപന്തിയിലേക്ക് മുന്നണി പോരാളികളായി നിങ്ങൾ നിയോഗിക്കാത്തത്? അവര് ഉന്നതരായ, വളരെ പ്രാവീണ്യമുള്ള, വളരെ വിദഗ്ധരായ, നിപുണരായ യോദ്ധാക്കളല്ലേ, എന്തുകൊണ്ടാണ് നിങ്ങൾ നിയോഗിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അവര് എൻ്റെ കുട്ടികളാണെങ്കിലും അവർ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുട്ടികളാണ്. ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുട്ടികളെ യുദ്ധത്തിന്റെ ഏറ്റവും മുൻനിരയിലേക്ക് നിയോഗിച്ചുകൊണ്ട് അതിൻ്റെ മുഴുവൻ തീക്ഷ്ണതകളെയും അതിൻ്റെ മുഴുവൻ ഭീഷണികളെയും അതിൻ്റെ മുഴുവൻ വെല്ലുവിളികളെയും അതിൻ്റെ മുഴുവൻ പ്രയാസങ്ങളെയും ഏറ്റെടുപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, മറിച്ച് എൻ്റെ മകനായ മുഹമ്മദുൽ ഹനഫിയെയാണ് ഞാൻ അതിനു വേണ്ടി നിയോഗിക്കുന്നതെന്ന് അലി റളിയല്ലാഹു അൻഹു പറയുന്നത്. ഇതുപോലെ അലി റളിയല്ലാഹു അൻഹുവും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ കുട്ടികൾ എന്നുള്ള രീതിയിലായിരുന്നു ഓരോ സമയത്തും പരിഗണിച്ചിരുന്നതും വളരെ ബഹുമാനപൂർവ്വം അവരെ പരിപാലിച്ചിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സയ്യിദത്തുന ഫാത്തിമ ഉമ്മ റളിയല്ലാഹു അൻഹ അവർ യാത്രയാകുന്നത് വരെ, ഖദീജ ബീവി യാത്രയാകുന്നവരെ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു വിവാഹം കഴിച്ചിരുന്നില്ല എന്നതുപോലെ തന്നെ സയ്യിദത്തുന ഫാത്തിമ ഉമ്മ റളിയല്ലാഹു അൻഹ യാത്രയാകുന്നത് വരെ അലി റളിയല്ലാഹു അൻഹു മറ്റൊരു വിവാഹം കഴിച്ചിരുന്നത് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു റൂമിലേക്ക് വരികയും ആ സമയത്ത് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറത്ത് കയറുകയും അതുപോലെ തുടയിലിരിക്കുകയും അങ്ങനെ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഈ കുട്ടികൾ ഇങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു കളിക്കാണ്. ആ സമയത്ത് മലക്ക് ചോദിച്ചു, ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളെ, നിങ്ങൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾ അത്രമേൽ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ആ സമയത്ത് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സ്നേഹം മുഴുവൻ ആ മലക്കിനോട് പ്രകടിപ്പിച്ചപ്പോൾ ആ സമയത്ത് മലക്ക് പറയുന്നുണ്ട്, ഇന്ന ഉമ്മത്തക സദഖ്തുലുഹു, തീർച്ചയായും അവിടുത്തെ ഉമ്മത്ത് തന്നെ ഈ കുട്ടിയെ വധിച്ചു കളയും. ആ സമയത്ത് ചോദിക്കുന്നുണ്ട്, എന്നിട്ട് മലക്ക് ചോദിക്കുന്നുണ്ട്, ആ ഒരു ഭൂമി അവിടത്തേക്ക് ഞാൻ കാണിച്ചു തരട്ടെയോ എന്ന്. അങ്ങനെ തൻ്റെ കൈകൊണ്ട് ഒരു അടി അടിക്കുകയും അങ്ങനെ ഒരു ചുവന്ന മണ്ണ് ആ മലക്ക് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു മണ്ണ് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ കിട്ടിയ ഒരു മണ്ണ് ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ തൻ്റെ വസ്ത്രത്തിൽ സൂക്ഷിക്കുകയും പിന്നീട് സാബിത്ത് റളിയല്ലാഹു അൻഹു, ഈ ഹദീസ് വിശദീകരിക്കുന്ന സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പിന്നീട് ഞങ്ങൾക്കത് മനസ്സിലായി അത് കർബല എന്ന ഭൂമിയായിരുന്നു എന്ന്. അതുപോലെ മറ്റൊരു അവസരത്തിൽ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഈ ഒരു വിഷയം തന്നെ, ഈ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ജന്മത്തിനോടനുബന്ധിച്ച് തന്നെ ഉമ്മുൽ ഫദ്ൽ ബിൻതുൽ ഹാരിസ് റളിയല്ലാഹു അൻഹ അവിടുന്ന് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ് ഇന്നി റഅയ്തു
ഹുൽമൻ മുൻഖറൻ അല്ലയില, ഇന്നലെ രാത്രി ഞാൻ വളരെ ഭീകരമായ പേടിപ്പെടുത്തുന്ന ഒരു സ്വപ്നം കണ്ടു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു പറഞ്ഞത് വളരെ വേദനാജനകമാണ്, എനിക്ക് സഹിക്കാൻ കഴിയാത്തതാണ്. വീണ്ടും ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടുത്തെ ശരീരത്തിൽ നിന്ന്, ആ പരിശുദ്ധമായ ദേഹത്തിൽ നിന്ന് ഒരു കഷ്ണം മാംസം താഴേക്ക് വീഴുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു എന്ന് മഹദി ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് എൻ്റെ മടിയിൽ വന്ന്, എന്നിട്ട് ആ ഒരു കഷ്ണം എൻ്റെ മടിയിലാണ് പിന്നീട് വന്ന് ഭവിച്ചത് എന്ന് അവിടുന്ന് പറഞ്ഞപ്പോൾ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ കണ്ട സ്വപ്നം വളരെ നല്ല സ്വപ്നമാണ്. അത് ഫാത്തിമ ഉമ്മ റളിയല്ലാഹു അൻഹ ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുന്നു എന്നുള്ളതാണ്. എന്നിട്ടോ ആ കുട്ടി പിന്നീട് വളരുന്നത് നിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ മടിയിലായിരിക്കും, നിങ്ങളുടെ അടുത്തായിരിക്കും ആ കുട്ടി വളരുന്നത് എന്ന് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആ സമയത്താണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഫാത്തിമ ഉമ്മ റളിയല്ലാഹു അൻഹ പ്രസവിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കുട്ടി വീട്ടിലേക്ക് കടന്നു വന്നുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു താലോലിക്കുമ്പോൾ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം കണ്ണീര് വാർത്തുകൊണ്ട് കരയുകയാണ്. അപ്പോൾ ഇവർ വന്ന് ചോദിക്കുകയാണ്, എന്ത് പറ്റി ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയെ, എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു, അത്താനി ജിബ്രീൽ അലൈഹിസ്സലാം ഫഅഖ്ബർനി അന്ന ഉമ്മത്തി സതഖ്തുലു ഇബ്നി ഹാദാ, എൻ്റെ ഈ കുട്ടിയെ എൻ്റെ ഉമ്മത്ത് തന്നെ കൊല്ലുമെന്ന്, വധിക്കുമെന്ന്, വളരെ ക്രൂരമായി അവർ കൊല്ലപ്പെടുമെന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നോട് വന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ, എന്നിട്ടും വീണ്ടും ഇതുപോലെ ഈ ഒരു മണ്ണ് മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ ഒരു ചെറിയ കുപ്പിയിൽ ഈ ഒരു മണ്ണ് സൂക്ഷിച്ചു വെക്കുകയും അങ്ങനെ ഈ മണ്ണ് ചുവക്കുന്ന ദിവസം എൻ്റെ മകൻ ഷഹീദാവുമെന്ന് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും അങ്ങനെ കർബലയുടെ ആ ഉച്ച സമയത്ത് ആ മണ്ണ് ചുവന്നത് കണ്ട് ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ പൊട്ടിക്കരയുന്നു എന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അതുപോലെ മറ്റൊരു ഹദീസിൽ കാണാം, ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ ഒരു ഭൂമി കർബിൻ്റെയും ബലാഇൻ്റെയും ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയും, അതുപോലെ അലി റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇതുപോലെ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വരുമ്പോൾ അവിടെ നിന്ന് കരഞ്ഞു. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പേടിച്ചു, എന്താണ് സംഭവിച്ചതെന്നറിയാതെ. ആ സമയത്ത് അവിടെ അങ്ങേ ആരെങ്കിലും ഉപദ്രവിച്ചോ അല്ലെങ്കിൽ അങ്ങേ ആരെങ്കിലും അധിക്ഷേപിച്ചോ എന്ന് ഒരുപാട് കാര്യങ്ങൾ അലി റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോൾ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു വിഷയം ജിബ്രീൽ അലൈഹി ഇസ്ലാം എൻ്റെ അടുത്ത് വരികയും, എൻ്റെ കുട്ടി കൊല്ലപ്പെടും, എൻ്റെ ഉമ്മത്ത് തന്നെ കൊല്ലപ്പെടും, എൻ്റെ ഉമ്മത്തിൻ്റെ കൈകളാൽ കൊല്ലപ്പെടുമെന്ന് പറയുന്ന ആ വിഷയങ്ങൾ പറയുമ്പോൾ അലി റളിയല്ലാഹു അൻഹു ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഇരുന്ന് കരയുകയും ചെയ്തു. എന്നിങ്ങനെ അനേകം ഹദീസുകൾ നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അംഗീകരിക്കപ്പെടുന്ന സ്രോതസ്സുകളിൽ നിന്ന് തന്നെ, അംഗീകരിക്കപ്പെടുന്ന ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും മനസ്സിലാക്കേണ്ടത്, ഈ ഒരു കർബലയെ കുറിച്ച് ആലോചിക്കുന്നത് അത് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് തന്നെയാണ്. അത് നമ്മുടെ ഹൃദയത്തോട് നമ്മൾ ചേർത്തു വെക്കേണ്ട അത്യുന്നതമായ ഒരു കാര്യമാണ്. അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വിട്ടുകൊടുക്കേണ്ട, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗമെന്ന് മുദ്ര കുത്തപ്പെടുമെന്ന പേടിയിൽ ആ ഒരു ചിന്തകളെ നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കേണ്ടതല്ല. അവിടെയൊക്കെയും നമുക്ക് ധൈര്യം പകരുന്നത് നമ്മുടെ ഉന്നതരായ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, അഹ്ലുബൈത്തിനോട് ലൗകാന ഹുബ്ബു ആല് മുഹമ്മദിൻ, ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു ഉന്നതരായ കുടുംബത്തിനോടുള്ള സ്നേഹം അത് ഷിയ ആണ് എന്ന്, അല്ലെങ്കിൽ റാഫിലിയത്താണ് എന്ന് നിങ്ങളെ ഇങ്ങനെ ആക്ഷേപിക്കുന്നുണ്ടെങ്കിൽ എങ്കിൽ രണ്ട് വിഭാഗങ്ങളും, ജിന്ന് ഇൻസ് വിഭാഗങ്ങളൊക്കെയും സാക്ഷ്യം വഹിച്ചോളൂ, ഞാനൊരു റാഫിലിയാണ്. അഹ്ലുബൈത്തിനെ സ്നേഹിച്ചു എന്നുള്ളത് കൊണ്ട്, അഹ്ലുബൈത്തിന്റെ സ്നേഹം പ്രകടിപ്പിച്ചു എന്നതുകൊണ്ട് നിങ്ങൾ എന്നെ ഒരു ഷിയയായി മുദ്ര കുത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, അല്ലെങ്കിൽ നിങ്ങൾ സാക്ഷ്യം വഹിച്ചോളൂ, ഞാനൊരു ഷിയ തന്നെയാണ്, അല്ലെങ്കിൽ ഞാനൊരു റാഫിലിയാണ്. അതുകൊണ്ട് ഈ ഒരു ധൈര്യം നമുക്കുണ്ടാവുകയും നമ്മൾ ഓരോ സമയത്തും ഇതിൻ്റെ ചരിത്രങ്ങളെ വീണ്ടും വീണ്ടും നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും വേണം. കാരണം ഇതിൻ്റെ ചരിത്രങ്ങൾ ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ പറഞ്ഞു തീർക്കാൻ നമുക്കൊരിക്കലും കഴിയുകയില്ല. നമ്മൾ ഓരോ വിഷയങ്ങൾ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വിയോഗാനന്തരം പിന്നീട് മുആവിയ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുക്കുന്നതും, ഹസൻ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഒഴിവാകുന്നതും, മുആവിയ റളിയല്ലാഹു അൻഹു ഏറ്റെടുക്കുന്നതും, അത് കഴിഞ്ഞ് യസീദിനെ തൻ്റെ പിൻഗാമിയായി നിയോഗിക്കുന്നതും, ഉന്നതരായ സ്വഹാബികൾ പോലും അംഗീകരിക്കാതിരിക്കുന്നതും, അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ നമുക്കിതിൽ കാണാൻ കഴിയും. അങ്ങനെ കൂഫയിൽ വളരെ
കിരാതമായ ഭരണം ഉണ്ടാവുന്ന സമയത്താണ് ആയിരക്കണക്കിന് കത്തുകൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ തേടിയെത്തുന്നതും. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു വിഷയങ്ങൾ അറിയാൻ വേണ്ടി തൻ്റെ പിതാവിൻ്റെ സഹോദരനായ അഖീൽ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ മുസ്ലിം റളിയല്ലാഹു അൻഹുവിനെയും മക്കളെയും അവിടേക്ക് നിയോഗിക്കുന്നതും. പിന്നീട് അങ്ങനെയാണ് അതിൻ്റെ ചരിത്രങ്ങൾ ഇങ്ങനെ വരുന്നത്. അങ്ങനെ അവരവിടെ എത്തുന്നതും പിന്നെ ഒരുപാട് വിശദീകരിക്കാനുണ്ട്. അത് ആ സമയത്ത് പിന്നീട് അവസാനം അവർ കൊല്ലപ്പെടുന്നതും. ഈ വിവരം ഹുസൈൻ റളിയല്ലാഹു അൻഹു അറിയുന്നതിന് മുന്നേ ഇവരൊക്കെയും ആദ്യം മുസ്ലിം റളിയല്ലാഹു അൻഹു ഇവിടെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, ഈ ജനങ്ങൾ മുഴുവനും അവിടുത്തെ പ്രതീക്ഷിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് കത്ത് വരുമ്പോൾ അങ്ങനെ പിന്നെ കൂഫയിലേക്ക് ഹുസൈൻ റളിയല്ലാഹു അൻഹു യാത്ര ആരംഭിക്കുന്നതും പിന്നീട് അതിനിടയിൽ അവിടുത്തെ കൂഫയുടെ പിന്നെ പശ്ചാത്തലങ്ങൾ മുഴുവനും മാറി മറിയുന്നതും അങ്ങനെ മുസ്ലിം റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുകയും അങ്ങനെ ഒടുവിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബല എത്തുന്നതുമാണ്. അപ്പോൾ ഞാൻ ആദ്യം പറയുന്നത്, നമ്മൾ കർബലയെ കുറിച്ച് ആലോചിക്കുമ്പോൾ പ്രത്യേകിച്ച് കഴിഞ്ഞ പ്രാവശ്യത്തെ സോഷ്യൽ മീഡിയയിൽ എവിടേക്കോ ഇതിനെ വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അത് ഒരു ഷഹാദത്ത് മാത്രമാണ്, ഇത്രയധികം വീണ്ടും വീണ്ടും പറയാൻ എന്തിരിക്കുന്നു, അല്ലെങ്കിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു മേടിച്ച ഷഹാദത്തല്ലേ എന്ന് വരെ നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ എന്ന് പറയുന്നവർ പോലും അതിനെക്കുറിച്ചിട്ട് ഇത്രമേൽ നിസ്സാരവൽക്കരിച്ച് എഴുതിയപ്പോൾ ഇതിൻ്റെ ജ്ഞാനങ്ങൾ വീണ്ടും വീണ്ടും പകർന്നു കൊടുക്കുകയും ഇതിൻ്റെ ഓർമ്മകൾ കൂടുതൽ ശോഭയോട് കൂടിയിട്ട് നമ്മോട് തന്നെ ചേർത്ത് വെക്കുകയും ചെയ്യുന്ന സമയമാണ്. നമ്മൾ മറ്റുള്ളവർക്ക് വീണ്ടും വീണ്ടും ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം, ഇതിനെക്കുറിച്ച് ഇതിൻ്റെ ചരിത്രങ്ങളെ പിന്നെ ഓർമ്മിപ്പിച്ചു കൊടുക്കണം. അതിന് നമ്മൾ തന്നെ സ്വയം ആ വിഷയങ്ങൾ അറിയണം. കാരണം കർബലയിൽ ഏതെങ്കിലും ഒരു വിഭാഗമല്ല, മറിച്ച് ആ കർബലയിൽ ഷഹീദായ ആളുകളുടെ കുറച്ച് ആളുകളുടെ പേര് വായിക്കാം. അതായത് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പിന്നെ മക്കള് ഹുസൈൻ റളിയല്ലാഹു അൻഹു, അതുപോലെ അവിടുത്തെ മകൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു, പിന്നെ ഫാത്തിമ ഉമ്മ റളിയല്ലാഹുവിൽ നിന്ന് അല്ലാതെയുള്ള അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ജാഫർ റളിയല്ലാഹു അൻഹു, അബ്ദുള്ള റളിയല്ലാഹു അൻഹു, ഇബ്രാഹിം, ഇത്രയും കുട്ടികളൊക്കെയും അലി റളിയല്ലാഹു അൻഹുവിൻ്റെ തന്നെ കുട്ടികളാണ് എന്ത് ചെയ്യുന്നത്, കർബലയിൽ യാത്രയാകുന്നത്. നമ്മൾ വീണ്ടും മനസ്സിലാക്കുക, ഏതെങ്കിലും ഒരു വിഭാഗമല്ല കർബലയിൽ ഷഹീദാകുന്നത്. അഹ്ലു ബൈത്തിനോട് തങ്ങളുടെ ജീവിതം മുഴുവൻ സമർപ്പിച്ച, അഹ്ലു ബൈത്തിനോട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിന്ന ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മൗല അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും അതുപോലെ ഹസൻ റളിയല്ലാഹുവിൻ്റെയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും കുട്ടികളും കുടുംബങ്ങളും അടങ്ങിയ ഒരു ഏറ്റവും ഉന്നതരായ ഒരു വിഭാഗമാണ് അവിടെ യാത്രയാകുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആളുകൾ മാത്രമല്ല. അപ്പോൾ അലി റളിയല്ലാഹുവിൻ്റെ തന്നെ ഇത്രയും മക്കൾ കർബലയുടെ വേദിയിൽ, ആ കർബലയുടെ ആ രണഭൂമിയിൽ യാത്രയാകുന്നുണ്ട്. അതുപോലെ ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അഹമ്മദ്, അബ്ദുള്ള, ഖാസിം, ഇവരുടെയൊക്കെ ചരിത്രങ്ങൾ വളരെ വികാരാതീതമായി നമ്മൾ പറയാനുള്ളതാണ്. ഈ അബ്ദുള്ള, ഖാസിം എന്നിവരൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളാണ്. അഹ്ലു ബൈത്തിന്റെ ഒരു പ്രത്യേകത പിന്നീടുള്ള കാലത്ത് നമുക്ക് കാണാൻ കഴിയും. അമവി ഭരണകാലത്തൊക്കെ അഹ്ലു ബൈത്തിലെ ഓരോ ഉന്നതരായ ഇമാമുമാരും അവിടത്തോട് ചേർന്ന് നിൽക്കുന്നവരുമൊക്കെ ഉന്നതരായ ജ്ഞാനികളും അതുപോലെ ഉന്നതരായ പോരാളികളുമായിരുന്നു. അവരൊക്കെയും പല ആളുകളും ഈ ഒരു യുദ്ധഭൂമിയിലോ അല്ലെങ്കിൽ പോരാട്ടങ്ങളിലോ പങ്കാളികളായിട്ടില്ലെങ്കിൽ പോലും അവരൊക്കെയും ഉന്നതരായ പോരാളികളായിരുന്നു. ചില അമവി ഭരണാധികാരികൾ ചരിത്രത്തിൽ തന്നെ ഇവരെ പരീക്ഷിക്കാൻ വേണ്ടി അവർ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തുകയും അമ്പെയ്ത്ത് മത്സരം നടക്കുമ്പോൾ അവരെല്ലാവരും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഇവർ പിന്നെ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നതുമൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അതുപോലെ ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അഹമ്മദ്, അബ്ദുള്ള, ഖാസിം എന്നിവർ, അതുപോലെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അലി അക്ബർ റളിയല്ലാഹു അൻഹു, അലി അസ്ഗർ, ഇവരെ ചരിത്രം നമുക്കറിയാം. അലി അസ്ഗർ റളിയല്ലാഹു അൻഹു, പിന്നീട് അഖീൽ റളിയല്ലാഹു അൻഹു പറയുന്നത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരനായിട്ടുള്ള അലി റളിയല്ലാഹു അൻഹു, അഖീൽ റളിയല്ലാഹു അൻഹു, അതുപോലെ ജാഫർ റളിയല്ലാഹു അൻഹു. അപ്പോൾ അഖീൽ റളിയല്ലാഹുവിൻ്റെ സഹോദരനായുള്ള മുസ്ലിം ബിൻ അഖീൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കർബലയുടെ മുന്നേ കൂഫയിൽ നിന്ന് യാത്രയാവുന്നു. ജാഫർ ബിൻ അഖീൽ, അബ്ദുറഹ്മാൻ ബിൻ അഖീൽ, പിന്നെ അബ്ദുല്ലാഹി ബിൻ മുസ്ലിം, ജാഫർ ബിൻ മുഹമ്മദ് ബിൻ അഖീൽ, മുഹമ്മദ് ബിൻ അബി സാദ് ബിൻ അഖീൽ എന്നുള്ള ഇത്രയും കുട്ടികൾ അഖീൽ റളിയല്ലാഹുവിൻ്റെ കുട്ടികളിൽ നിന്ന് യാത്രയാവുന്നുണ്ട്. അതുപോലെ ജാഫർ ത്വയ്യാർ റളിയല്ലാഹു അൻഹു, ജാഫർ ത്വയ്യാർ റളിയല്ലാഹു അൻഹു നമുക്കറിയാലോ. അവിടുന്നും ഇതുപോലെ അലി റളിയല്ലാഹുവിൻ്റെ സഹോദരനാണ്. ജാഫർ റളിയല്ലാഹു അൻഹു യാത്രയായപ്പോൾ അവിടുത്തെ ഭാര്യയായ അസ്മാ റളിയല്ലാഹുവിനെ കുറിച്ചിട്ട് പിന്നെ റസൂൽ പറയുന്നുണ്ട്, എൻ്റെ അസ്മയെ ആരാണ് ഏറ്റെടുക്കുക എന്ന്. പിന്നീട് അങ്ങനെ ഈ ജാഫർ റളിയല്ലാഹുവിൻ്റെ ഭാര്യയെ അവരെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് വിവാഹം കഴിക്കുകയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് ശേഷം ആ
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കല്യാണത്തിൽ നിന്നാണ് അബ്ദുറഹ്മാൻ ബിൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. അങ്ങനെ പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യാത്രയായതിനു ശേഷം ഇവരെ ഈ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം അവരെയും അലി റളിയല്ലാഹു അൻഹു വിവാഹം കഴിക്കുകയും പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകനായ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിന്റെ പരിപാലനത്തിനാണ് വളരുകയും അങ്ങനെ അലി റളിയല്ലാഹു അൻഹുവിനോടൊപ്പം അവസാന കാലം വരെ ഓരോ യുദ്ധങ്ങളിലും വളരെ സജീവമായി അവിടുത്തെ മുന്നണി പോരാളിയായി അവിടുന്ന് കൂടെയുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ ഷിയ സുന്നി വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒക്കെ എത്രമേൽ അടുത്ത് നിന്നവരായിരുന്നു എന്നുള്ളത് നമ്മൾ വീണ്ടും വീണ്ടും ഈ വിഷയങ്ങൾ അതിൻ്റെ ആ യാഥാർത്ഥ്യത്തിൽ തന്നെ മനസ്സിലാക്കണം. അബൂബക്കർ സിദ്ദീഖ് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ജ്യേഷ്ഠൻ ജാഫർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയെ കല്യാണം കഴിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യാത്രയായപ്പോൾ അവരുടെ മകനെയും ആ ഭാര്യയും പിന്നീട് കല്യാണം കഴിക്കുന്നത് അലി റളിയല്ലാഹു അൻഹു. ആ കുട്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുട്ടി അബ്ദുറഹ്മാൻ അബൂബക്കർ സിദ്ദീഖ് അവര് വളരുന്നത് അലി റളിയല്ലാഹു അൻഹുവിന്റെ പരിപാലനത്തിലാണെന്നും പിന്നീട് അവസാന കാലം വരെ ജമൽ യുദ്ധത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹുവിന്റെ ഒട്ടകത്തിന്റെ കാല് വെട്ടിയിട്ട് അവിടുന്ന് ഒട്ടകക്കട്ടിയിൽ നിന്ന് വീഴുമ്പോൾ ആയിഷ ബീവിയെ കൂട്ടിപ്പിടിക്കുന്ന സമയത്ത് ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, എന്നെ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ എന്നെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്നെ ഇങ്ങനെ ശരീരത്തോട് നിങ്ങളിങ്ങനെ പിടിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു ചോദിക്കുമ്പോൾ തൻ്റെ മുഖം മൂടി മാറ്റിക്കൊണ്ട് നിങ്ങൾ പേടിക്കണത് ഞാൻ നിങ്ങളുടെ സഹോദരൻ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു അവരെ സംരക്ഷിക്കുന്നതും പിന്നീട് മദീനയിലേക്ക് പറഞ്ഞേക്കുന്നതും ഒക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാം. അപ്പോൾ ഇങ്ങനെയായിരുന്നു അവർ ഓരോരുത്തരും ഉണ്ടായിരുന്നു എന്നുള്ളത് സാന്ദർഭികമായി ഓർക്കുന്നു. അങ്ങനെ ഈ ജാഫർ റളിയല്ലാഹു അൻഹുവിന്റെ മക്കൾ ഔൻ ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു ജാഫർ, മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് ഇബ്നു ജാഫർ, ഉബൈദുല്ലാഹ് ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു ജാഫർ എന്നീ മക്കൾ. അതുപോലെ പിന്നീട് ഒരു സ്വഹാബി, 80 വയസ്സായ ഒരു സ്വഹാബി, നമ്മൾ ആലോചിക്കണം, 80 വയസ്സായ വൃദ്ധനായ ഒരു സ്വഹാബി പോലും കർബലയിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം, ഉന്നതരായ ഒരു സ്വഹാബി, അവർ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം കർബലയിലേക്ക് യാത്രയാവുന്നുണ്ട്. അവരുടെ പേര് ഹാനി ഇബ്നു ഉർവത്തുൽ മുറാദി എന്നാണ് റളിയല്ലാഹു അൻഹു. ആ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അസ്ഹാബി കന്നുജൂം എന്ന ആ ഉന്നതമായ പദവി ലഭിച്ചിട്ടുള്ള പിന്നെ അതുപോലെ അനസ് ബിനു ഹർസുൽ കാഹി, അബീബ് ബിൻ മുസാഹിർ, മുസ്ലിം ബിൻ ഔസജ്, ഹാനി ബിൻ ഉർവത്തുൽ മുറാദി, അബ്ദുല്ലാഹ് ബിൻ യഖ്തൂർ എന്നുള്ള സ്വഹാബികളും ഇവരോടൊപ്പം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ 16 അടിമകൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കർബലയുടെ ഭൂമിയിൽ ഏതെങ്കിലും ഒരു വിഭാഗം അല്ലെങ്കിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം നിന്നിരുന്ന കുറച്ച് ആളുകൾ യാത്രയായി എന്നുള്ളതല്ല, മറിച്ച് അവരൊക്കെയും അഹ്ലു ബൈത്തിനോട് ഏറ്റവും ബന്ധപ്പെട്ട, ഏറ്റവും ചേർന്ന് നിന്ന അഹ്ലു ബൈത്തിലെ ഉന്നതരായിട്ടുള്ള ആളുകൾ തന്നെയായിരുന്നു. അല്ലെങ്കിൽ അവരുടെ മക്കളും പിന്നെ അവരുടെ എളാപ്പന്മാരുടെ മക്കളും ഒക്കെ ആയിട്ടുള്ള ആളുകളായിരുന്നു ഈ കർബലയുടെ ഭൂമിയിൽ യാത്രയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് ഈ ഉന്നതമായ ഇവരെ എല്ലാം ബലിയർപ്പിച്ചുകൊണ്ടാണ്, ഇവരെ എല്ലാവരെയും അള്ളാഹുവിൻ്റെ ഉന്നതമായ തൗഹീദിന്റെ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ട് വിട്ടുകൊടുത്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു യാത്രയാവുന്ന അവസാന നിമിഷം. നമ്മൾ ചരിത്രത്തിന്റെ ചില ഭാഗങ്ങളിലേക്ക് കടന്നു വരാം. കാരണം ഈ തൗഫീഖ് എന്ന വിഷയം നമ്മൾ ആലോചിക്കുക. ബഹുമാനപ്പെട്ട സഅദ് ബിൻ അബീ വക്കാസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ചൈനയിലാണ് അവിടുത്തെ മക്കാമുള്ളത്. സഅദ് ബിൻ അബീ വക്കാസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് ആദ്യമായി ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉന്നതമായ തൗഹീദിന്റെ ദഅവത്ത് ആരംഭിച്ചപ്പോൾ ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്ന 10 പേരിലൊക്കെ പരിഗണിക്കപ്പെടുന്ന അഷ്റത്തുൽ മുബശ്ശിരീങ്ങളിൽ ഇസ്ലാമിന് വേണ്ടി അനേകം ത്യാഗപൂർണമായിട്ടുള്ള കഠിനമായ തീക്ഷ്ണമായ പരീക്ഷണങ്ങളെ അതിജയിച്ചുകൊണ്ട് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നിരവധി യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ഉന്നതരായ സഅദ് ബിൻ അബീ വക്കാസ് റളിയല്ലാഹു അൻഹു. പക്ഷേ ചരിത്രത്തിന്റെ വിധി വൈപരീതം എന്നതുപോലെ ഈ സഅദ് ബിൻ അബീ വക്കാസ് റളിയല്ലാഹു അൻഹുവിന്റെ മകനായ ഉമർ ബിൻ സഅദ് ബിൻ അബീ വക്കാസ് ആയിരുന്നു ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ശത്രുപക്ഷത്തിന്റെ നേതാവായി കർബല ഉണ്ടായിരുന്നതെന്ന് നമ്മൾ വളരെ പേടിയോടുകൂടി ആലോചിക്കേണ്ട കാര്യമാണ്. കാരണം നമ്മുടെ പിതാവിൻ്റെ ആ ഔന്നിത്യങ്ങളോ നമ്മുടെ കുടുംബ മഹിമകളോ അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തോ നമ്മുടെ പദവികളോ ഇതൊന്നും ഈ പരിശുദ്ധമായ വഴിയിൽ നമുക്കൊരിക്കലും അതൊരു അഭയമാകുന്നില്ല എന്നുള്ളൊരു ചിന്ത, ആ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. നമ്മൾ ആലോചിച്ച് നോക്കൂ, അഷ്റത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്ന 10 പേരിൽപ്പെട്ട തങ്ങളുടെ സർവ്വതും സമ്പത്തും തങ്ങളുടെ ജീവിതം മുഴുവനും ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി സമർപ്പിച്ച സയ്യിദുനാ അബീ വക്കാസ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ
ഈ പരിശുദ്ധരായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ശത്രുപക്ഷത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഏറ്റവും കൂടുതൽ ക്രൂരമായി പീഡിപ്പിക്കാൻ വേണ്ടി, കൊലപ്പെടുത്താൻ വേണ്ടി ശത്രുപക്ഷത്തിന്റെ നേതാവായി അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എന്തൊരു വിധി വൈപരീതമാണ് എന്ന് നമ്മൾ ആലോചിക്കാം. അല്ലാമ ഇക്ബാൽ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത്, അജബ് മദാഖ് ഹെ ഇസ്ലാം കി തഖ്ദീർ കെ സാത്ത് കട്ടാ ഹുസൈൻ കാസർ നാരെ തക്ബീർ കെ സാത്ത്. ഇസ്ലാമിന്റെ ഈ ഒരു വിധിയുടെ ആ ഒരു കാര്യങ്ങൾ, നമ്മൾ അതിൻ്റെ അവസ്ഥകൾ നമ്മൾ ആലോചിക്കുമ്പോൾ വല്ലാത്ത പരിഹാസ്യമായിട്ടുള്ള, അല്ലെങ്കിൽ വളരെ അത്ഭുതകരം തന്നെ. കാരണം ഹുസൈൻ റളിയല്ലാഹു സയ്യിദന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ആ പരിശുദ്ധമായ ശിരസ് ഛേദിക്കുന്നത് തക്ബീർ ചൊല്ലിയിട്ടായിരുന്നു. അവിടെയുള്ളവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുന്നവരായിരുന്നു എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ വല്ലാത്ത അത്ഭുതം തന്നെയെന്ന് ഹുസൈൻ അല്ലാമ ഇക്ബാൽ പറയുന്നുണ്ട്. ഇവിടെ പിന്നെ ഈ ഒരു വിഷയം നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക. ഇതേ ഒരു വിഷയത്തിൽ തന്നെ തൗഫീഖ് എത്രമേൽ ഉന്നതമാണ്, അല്ലെങ്കിൽ എത്ര നമ്മൾ എന്താതിനെ കുറിച്ച് പറയാ, വളരെ അപൂർവമായ അള്ളാഹുവിന്റെ ആ ഒരു ഉന്നതമായ കാരുണ്യം കൊണ്ട് മാത്രമാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് നമ്മൾ വായിക്കുമ്പോൾ, ഈ ഉമർ ബിൻ സഅദിന് മുന്നേ ഹുർറ് എന്ന് പറയുന്നവരായിരുന്നു ആ സൈന്യത്തിന്റെ തലവനായി അവിടെ ഉണ്ടായിരുന്നത്. അതിന്റെ ഈ കർബല സംഭവിക്കുന്നതിന്റെ 9 മുന്നേ ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയുടെ ഭൂമിയിൽ എത്തിയ സമയത്ത് അവർക്ക് വെള്ളം നിഷേധിച്ചുകൊണ്ട്, അവരെ തടസ്സപ്പെടുത്തിക്കൊണ്ട് എതിർത്ത് നിന്നിരുന്നതിന്റെ ആ ഒരു സൈന്യത്തിന്റെ, അതായത് യസീദ് ആദ്യമായി നിയോഗിച്ച സൈന്യത്തിന്റെ തലവനായിരുന്നു ഹുർറ് എന്നുള്ളവർ. അവരങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവോട് നിരവധി സംഭാഷണങ്ങൾ നടത്തുകയും, പക്ഷേ യസീദിന്റെ കരങ്ങൾക്ക് ബൈഅത്ത് ചെയ്യണമെന്ന നിബന്ധന ഹുസൈൻ റളിയല്ലാഹു അൻഹു അംഗീകരിക്കാത്തപ്പോൾ ആ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു സമൂഹത്തെ, അല്ലെങ്കിൽ ആ ഒരു കൂട്ടത്തെ അവിടുന്ന് തടഞ്ഞു നിർത്തി നിൽക്കുമ്പോൾ ആ സമയത്താണ് ഉമർ ബിൻ സഅദ് തലവനായിക്കൊണ്ട് സൈനിക തലവനായി നിയോഗിക്കുന്നത്. എന്നിട്ട് അന്ന് രാത്രി ഹുർറ് എന്നവർക്ക് വല്ലാത്ത മനോവേദ ഉണ്ടാവുകയാണ്. എന്തുകൊണ്ട്? ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് താലോലിച്ച, അവിടുന്ന് സ്വർഗീയ യുവാക്കളുടെ നേതാവാണ്, അല്ലെങ്കിൽ റൈഹാൻ പുഷ്പങ്ങളാണെന്ന് അവിടുന്ന് നിരന്തരം പറയുകയും, ഉമർ റളിയല്ലാഹുവിന്റെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളും അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നിങ്ങളും നിങ്ങളുടെ പിതാവും എൻ്റെ വെല്ലിപ്പയുടെ ഭൃത്യന്മാരാണ്, സേവകന്മാരാണ് എന്ന് കൊച്ചുകുട്ടിയായ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു അത് വല്ലാത്ത വിഷമമാവുകയും, അതായത് ഉമർ റളിയല്ലാഹുവിനെ പോലെ ഉന്നതരായിട്ടുള്ള അമീറുൽ മുഅ്മിനീനായിട്ടുള്ള, അല്ലെങ്കിൽ അത്യുന്നതരായ അവരെ കുറിച്ചിട്ട് എൻ്റെ വെല്ലിപ്പാടെ സേവകന്മാരാണ്, ഭൃത്യന്മാരാണ്, അടിമകളാണെന്ന് പറയുമ്പോൾ അതൊരു വിഷമമായിക്കൊണ്ട് ഉമർ റളിയല്ലാഹുവിനോട് പോയി പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹുവിന്റെ കൈ പിടിച്ചുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹുവിന്റെ അടുത്ത് എത്തുകയും, അങ്ങനെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞോ, ഞാനും എൻ്റെ മകനും നിങ്ങളുടെ വെല്ലിപ്പയുടെ അടിമകളാണ്, അവരുടെ സേവകന്മാരാണ് എന്ന് നിങ്ങൾ പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ കൊച്ചുകുട്ടിയായ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ നിങ്ങൾ അതൊന്ന് എഴുതി തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ആ എഴുതി കൊടുത്തപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത് തന്നെയാണ് എൻ്റെ അഭയം, എനിക്ക് നാളെ റബ്ബിന്റെ മുന്നിൽ എനിക്ക് കാണിക്കാനുള്ള ഏറ്റവും വലിയൊരു തെളിവാണിത്. ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സേവകനായിരുന്നു ഞാനെന്ന്, അവിടുത്തെ പേരക്കുട്ടിയാണ്, അവിടുന്ന് ഓരോ സമയത്തും എൻ്റെ മകൻ എന്ന് പറഞ്ഞിട്ടുള്ള അവിടുത്തെ പേരക്കുട്ടിയാണ് എനിക്കിത് എഴുതി തന്നത്, എനിക്ക് അള്ളാഹുവിനോട് പറയാമെന്ന് വളരെ സന്തോഷപൂർവ്വം അഭിമാനപൂർവ്വം ഉമർ റളിയല്ലാഹു അൻഹു. ഇങ്ങനെയായിരുന്നു അത്യുന്നതരായ സ്വഹാബികൾ ഈ കുട്ടികളെ കണ്ടിരുന്നത്. അങ്ങനെയുള്ള ഈ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഞാൻ എങ്ങനെയാണ് ഈ ഒരു വെള്ളം പോലും കിട്ടാതെ തടയുന്നതെന്നുള്ള വളരെ മനോവ്യതയിൽ ഹുർറ് എന്നവരും കുറച്ചു സംഘങ്ങളും കൂടിയിട്ട് അന്ന് രാത്രി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ തമ്പിലേക്ക് വരുമ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവം എന്ന്. അപ്പോൾ പറഞ്ഞു, അവിടത്തോട് ഞാൻ വല്ലാത്ത തെറ്റ് ചെയ്തു, അതുകൊണ്ട് ഈ തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യാൻ, തൗബ ചെയ്യാൻ അവിടുന്ന് എന്നെ അനുവദിക്കണം, അവിടത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ, അവിടത്തോടൊപ്പം യുദ്ധം ചെയ്യാൻ അവിടുന്ന് എന്നെ അനുവദിക്കണം. നമ്മൾ ആലോചിച്ച് നോക്കുക, തലേന്ന് വരെ ശത്രുപക്ഷത്തിന്റെ നായകനായിരുന്ന ആള് അന്ന് രാത്രി വന്നുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, എനിക്ക് അവിടത്തോടൊപ്പം ചേർന്ന് നിൽക്കാനും അവിടത്തോടൊപ്പം ഷഹീദാവാനും എനിക്ക് അനുമതി തരണമെന്ന് പറയപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു സന്തോഷപൂർവ്വം അവരെ സമ്മതിക്കുകയും, അങ്ങനെ ഹുർറ് എന്നവർ അത്യുന്നതമായ ആ ഒരു ഷഹാദത്തിനോട് ചേർന്ന് നിൽക്കാൻ അവർക്ക് അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിക്കുകയും, പിന്നീട് പിറ്റേ ദിവസം കർബലയുടെ മണ്ണിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനും അഹ്ലു ബൈത്തിനും ഈ പരിശുദ്ധമായ തൗഹീദിനും വേണ്ടി സ്വന്തം ശരീരത്തെയും സ്വന്തം സ്ഥാനത്തെയും ഒക്കെ ത്യജിക്കാനും സമർപ്പിക്കാനും അവർക്ക് അള്ളാഹുവിൻ്റെ ഉന്നതമായ തൗഫീഖ് കിട്ടി. നമ്മൾ ആലോചിച്ച് നോക്കും, തലേന്ന് വരെ യുദ്ധത്തിന്റെ നായകനായിരുന്ന ആള് പിന്നീട് ഹുസൈൻ റളിയല്ലാഹു അൻഹു വേണ്ടിയും തൗഹീദിന് വേണ്ടിയിട്ടും തങ്ങൾ സർവ്വതും സമർപ്പിക്കാനുള്ള അവർക്കൊരു വലിയ ഭാഗ്യം. എന്നാലോ
അഷ്റത്തുൽ മുബശ്ശിരീങ്ങളുടെ മകനായി പറഞ്ഞിട്ട് ഉമർ ബിൻ സഅദിന് കിട്ടിയതോ ലോകാവസാനം വരെ അല്ലെങ്കിൽ അതിനുശേഷവും കാലാകാലവും അനശ്വരമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ശാപങ്ങൾ വഹിച്ചിട്ടുള്ള ഒരു വിധിയായിരുന്നു. അപ്പോൾ തൗഫീഖ് എന്ന് പറയുന്നത് വല്ലാത്തൊരു സംഭവമാണ്. ഈ ഒരു വിഷയം നമുക്ക് ഈ കർബലയുടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ, അന്ന് രാത്രി ഹുസൈൻ റളിയല്ലാഹു അൻഹു തൻ്റെ ആ ഒരു കൊച്ചു കൂട്ടത്തെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി സമയമായ പറയട്ടെ ആ ഒരു സമൂഹത്തെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവരോട് പറയുന്നുണ്ട്. ലൈറ്റ് മുഴുവൻ അണച്ചു. ഒരുപാട് കേട്ടതായിരിക്കും, പക്ഷെ എന്നാലും ഒരു പ്രാവശ്യം ഞാൻ അബുദാബി മജ്ലിസിൽ ഇതുപോലെ ഇങ്ങനെ കുറച്ച് കഥകൾ ഇങ്ങനെ പറയുമ്പോഴാണ് കുറേ ആളുകൾ ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് തീരെ വായിക്കുക പോലും അല്ലെങ്കിൽ കേൾക്കുക പോലും ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് നമുക്ക് മലയാളത്തിൽ ചരിത്രങ്ങളൊക്കെ വളരെ കുറച്ച്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഹുസൈൻ റളിയല്ലാഹുവിനെ കുറിച്ചോ അല്ലെങ്കിൽ അഹ്ലു ബൈത്തിനെ കുറിച്ചോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ, എന്തെങ്കിലും ചെറുതായി പോലും പറഞ്ഞാൽ അത് ഷിയ ആക്കപ്പെടും എന്നുള്ള ഒരു പേടി കൊണ്ട്. നമുക്കറിയാം ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ സൂഫി മുഹമ്മദ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി മഹാനവർകൾ ഈ തൗഹീദിന്റെ സന്ദേശം വന്ന് ആദ്യമായി പറഞ്ഞ സമയത്ത് ആദ്യമായി കേട്ട വിമർശനങ്ങളിൽ ഒന്ന് ഷിയ എന്നുള്ളതായിരുന്നു. കാരണം അവിടുന്ന് അഹ്ലു ബൈത്തിനെ കുറിച്ച് നമ്മുടെ സിൽസില, പ്രത്യേകിച്ച് നമ്മുടെ സിൽസില അഹ്ലു ബൈത്തിന്റെ ആ പരിശുദ്ധരായ 8 ഇമാമുകൾ അടങ്ങുന്ന ആ ഒരു കനക സിൽസിലയാണെന്നുള്ളൊരു ചിന്ത കൂടി നമുക്ക് വേണം. അതുപോലെ നമ്മൾ ആ 12 ഇമാമുമാരെയും അവരുടെ ചരിത്രങ്ങളെയും നമ്മൾ ഓരോ സമയത്തും സ്മരിക്കുന്നതും നമ്മൾ അറിയുന്നതുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ചരിത്രത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം പറയുന്നത്. അന്ന് രാത്രി ഹുസൈൻ റളിയല്ലാഹു അൻഹു തമ്പിലെ വിളക്ക് മുഴുവൻ അണക്കുകയും അവരോട് ആ ഇരുട്ടിലിരുന്ന് സംസാരിച്ചു. ഇന്ന് വിധി തീരുമാനിക്കപ്പെടുന്നൊരു ദിവസമാണ്. നമ്മൾ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, കർബലയിലേക്ക് പോകുന്നതിന് മുന്നേ ഇത് മുഴുവനും ഹുസൈൻ റളിയല്ലാഹു അൻഹു അറിയാമായിരുന്നു. ഇത് യാദൃശ്ചിക സംഭവിച്ചിട്ടുള്ളൊരു യുദ്ധമല്ല. അല്ലെങ്കിൽ കൂഫയിലെ രാജാധികാരം അല്ലെങ്കിൽ യസീദിന് സ്ഥാനഭ്രഷ്ടനായിക്കൊണ്ട് കൂഫയുടെ അധികാരം തേടിപ്പോവുകയും അവിചാരിതമായി കൂഫയിലെ ജനങ്ങൾ അവര് മാറി നിന്നതുകൊണ്ട് അല്ലെങ്കിൽ അവർ ചതിച്ചതുകൊണ്ട് യുദ്ധം അഭിമുഖീകരിക്കേണ്ടി വരികയും അങ്ങനെ കൊല്ലപ്പെടുകയും ചെയ്തു എന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കരുത്. കർബലയിലേക്ക് പോകുന്നതിന് മുന്നേ ഇതിന്റെ ഓരോ വിഷയങ്ങളും പൂർണ്ണമായി ബോധ്യമുള്ള ആളായിരുന്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഉന്നതരായ സ്വഹാബികൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തുടങ്ങിയവരൊക്കെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് പോകരുത്. തീർച്ചയായും നിങ്ങളുടെ പിതാവ് ഉണ്ടായിരുന്നത് പോലെയല്ല, അവർ നിങ്ങളെ ചതിക്കുമെന്നുള്ളത് വീണ്ടും വീണ്ടും അനേകം സ്വഹാബികൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോഴൊക്കെയും തൻ്റെ ദൗത്യം, ഈ ഉന്നതമായ രക്തസാക്ഷിത്വത്തിന്റെ ദൗത്യം, ഈ തൗഹീദിന്റെ, നമ്മൾ നേരത്തെ അജ്മീർ ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഷാഹസ്ത് ഹുസൈൻ ദീനസ്ത് ബാദ്ഷാഹസ്ത് ഹുസൈൻ ദീനസ്ത് ഹുസൈൻ, ദീൻ തന്നെയാണ് താൻ എന്നുള്ള ആ ഒരു പൂർണ്ണമായ അനുഭവമാകുന്ന ജ്ഞാനം അവിടുന്ന് ഉള്ളത് കൊണ്ട് തന്നെ ഇത് അവിടുത്തെ ദൗത്യമായിരുന്നെന്ന് അവിടുന്ന് പൂർണ്ണമായി ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് അവിടുന്ന് കർബലയിലേക്ക് ഇറങ്ങി. അല്ലാതെ യാദൃശ്ചികമായി യുദ്ധം അഭിമുഖീകരിക്കേണ്ടി വരികയും അങ്ങനെ കൊല്ലപ്പെടുകയും ചെയ്തില്ല. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, പൂർണ്ണമായി ബോധ്യമായത് കൊണ്ടാണ്, അങ്ങനെ പൂർണ്ണമായ അറിവിൽ താനും തൻ്റെ കൂടെയുള്ളവർ മുഴുവനും കൊല്ലപ്പെടുമെന്നുള്ള പൂർണ്ണമായ ബോധ്യത്തോടു കൂടിയാണ് അവിടുന്ന് കർബലയിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അവിടുത്തെ ആ ഒരു മനോഗതികളെ കുറിച്ച് നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കും. അന്ന് രാത്രി ഹുസൈൻ റളിയല്ലാഹു അൻഹു തൻ്റെ തമ്പിലെ വിളക്കണച്ചുകൊണ്ട് കൂടെയുള്ള അനുചരന്മാരോട് മുഴുവൻ പറയുന്നുണ്ട്, ഇന്ന് വിധി നിർണായകമായ ദിവസമാണ്, നാളെ നമ്മൾ ഒരാളും ബാക്കിയുണ്ടാവുകയില്ല. അതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ എൻ്റെ പൂർണ്ണ സമ്മതം തന്നിരിക്കുന്നു. നിങ്ങൾ ആരോടും ഞാൻ ഒരിക്കലും അതൃപ്തി ആയിരിക്കുകയില്ല. നിങ്ങളെക്കുറിച്ച് ഞാനൊരിക്കലും വിഷമം വിചാരിക്കുന്നവരായിരിക്കില്ല. അള്ളാഹുവിൻ്റെ മുന്നിൽ നിങ്ങൾക്കെതിരെ ഞാനൊരു വാക്ക് പോലും പറയുകയില്ല. നിങ്ങൾക്കെല്ലാവർക്കും ഇന്ന് ഈ ഒരു സമയം ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സംഘത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാൻ ഞാൻ അനുമതി നൽകുന്നു എന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു. കുറേ നേരം കാത്തുനിന്നു. അങ്ങനെ വീണ്ടും വിളക്ക് തെളിയിച്ചപ്പോൾ ഒരാൾ പോലും ആ സംഘത്തിൽ നിന്ന് മാറിയിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു സമയത്ത് ജൗൻ എന്ന് പറയുന്ന ഒരു അടിമ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും അവിടുത്തെ കുടുംബത്തെയും അനേകം വർഷങ്ങളോളം അവിടെ സേവിച്ചിരുന്ന ആഫ്രിക്കക്കാരനായുള്ള ഒരു അടിമ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അവർ പിറ്റേ ദിവസം യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ യുദ്ധത്തിന് വേണ്ടി സമ്മതം ചോദിക്കുമ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു ആദ്യം പറയുന്നുണ്ട്, നിങ്ങൾക്ക് പൂർണ്ണമായ രീതിയിൽ ഭക്ഷണം നൽകാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇത് അള്ളാഹുവിന് മുന്നിൽ നിങ്ങൾ എനിക്കെതിരെ ഇതിന് സാക്ഷ്യം പറയരുത്.
കാരണം ഒരു അടിമക്ക് ഭക്ഷണം കൊടുക്കേണ്ടത്, വസ്ത്രം കൊടുക്കേണ്ടത്, വെള്ളം കൊടുക്കേണ്ടത് യജമാനനായ എൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് നിങ്ങളെ ഞാൻ ഇന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു, നിങ്ങൾ എനിക്കെതിരെ അള്ളാഹുവിനോട് പരാതി പറയരുത് എന്ന് പറഞ്ഞതുകൊണ്ട് ആ അടിമയെ സ്വതന്ത്രനാക്കിക്കൊണ്ട് അവരോട് പൊയ്ക്കോളാൻ സമ്മതം കൊടുത്തപ്പോൾ അവർ പറയുന്നുണ്ട്, എനിക്ക് അവിടുത്തോടൊപ്പം യുദ്ധം ചെയ്യാനാണ് എനിക്ക് ആഗ്രഹമെന്ന് പറഞ്ഞപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരിത്തിരി പോലും സമ്മതിച്ചില്ല. കാരണം വൃദ്ധനായ, അത്രത്തോളം ക്ഷീണിച്ച അവിടുന്ന് അവർ എന്തിനാണ് ഇങ്ങനെ അവരുടെ ജീവിതം ഹോമിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു സമ്മതിച്ചില്ല. അവസാനം അറ്റക്കൈ എന്നതുപോലെ ആ ഉന്നതരായ സ്നേഹനിധിയായ ആ ഒരു മനുഷ്യൻ അവിടുന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അഹ്ലുബൈത്തിന്റെ പരിശുദ്ധമായ രക്തത്തിനോട് നീഗ്രോയായ എൻ്റെ രക്തം കൂടിക്കലറുമെന്ന് അവിടുന്ന് പേടിക്കുന്നത് കൊണ്ടാണോ എന്നെ യുദ്ധത്തിന് സമ്മതിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കണ്ണീർ വാർത്തുകൊണ്ട് ആ വൃദ്ധരായ അടിമക്ക് യുദ്ധത്തിന് അംഗീകാരം കൊടുക്കുകയും അങ്ങനെ കർബലയുടെ ഭൂമിയിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വേണ്ടിയിട്ട് അവർ പോരാടാൻ പോവുകയും യുദ്ധം ചെയ്യുകയും അങ്ങനെ ആ ഉന്നതമായ ഷഹാദത്ത് വരിക്കുകയും ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ പിന്നെ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ 2 മക്കളെ ചരിത്രം, പിന്നെ അലിയുൽ അക്ബറിൻ്റെയും അലിയുൽ അസ്ഗറിൻ്റെയും ആ ഒരു ചരിത്രം നമുക്ക് വല്ലാതെ വേദനിപ്പിക്കുന്നതാണ്. ഒരു കുഞ്ഞു കുട്ടി വെള്ളത്തിന് വേണ്ടി നിറഞ്ഞൊഴുകുന്ന യൂഫ്രട്ടീസ് അപ്പുറത്തുണ്ടാവുമ്പോൾ വെള്ളത്തിന് വേണ്ടി വേദനിച്ചുകൊണ്ട് ദാഹിച്ച് വലഞ്ഞുകൊണ്ട് അവസാനം ആ കുട്ടിയെ ഉയർത്തിക്കൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു തമ്പിൻ്റെ പുറത്തേക്ക് വരുമ്പോൾ ആ എത്രയും പിഞ്ചു നമ്മൾ ആ ഒരു രംഗം ആലോചിച്ച് നോക്കും. ഇപ്പോൾ പ്രസവിച്ചു വീണതുപോലെയുള്ള ഷഹർബാൻ റളിയല്ലാഹു അൻഹ റോമിലെ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് റോം കീഴടക്കിയപ്പോൾ അവിടുത്തെ രാജകുമാരിയായിരുന്നു. അങ്ങനെ 3 രാജകുമാരിമാർ ബന്ദികളായി പിടിക്കുകയും അങ്ങനെ അലി റളിയല്ലാഹുവിനാണ് അവർ ഒരു ഉന്നത കുലത്തിൽപ്പെട്ടതാണ്, രാജകുമാരിമാരാണ്. അവരെ നമ്മൾ അടിമകളാക്കി നിർത്താതെ അവരെ സ്വതന്ത്രരാക്കുകയും അവർക്ക് 2 ഓപ്ഷൻ കൊടുക്കുക. ഒന്നില്ലെങ്കിൽ മുസ്ലിമായി ഇവിടെയുള്ള ആരെങ്കിലും കല്യാണം കഴിച്ചുകൊണ്ട് മുസ്ലിമായി നമ്മുടെ കൂടെ ജീവിക്കുക, അല്ലെങ്കിൽ അവർക്ക് തിരിച്ചു പോകാൻ അവസരം കൊടുക്കുക എന്ന് അലി റളിയല്ലാഹു അൻഹു അഭിപ്രായം പറയുകയും ഉമർ റളിയല്ലാഹു അൻഹു അത് അംഗീകരിക്കുകയും അങ്ങനെ അവർക്ക് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മുസ്ലിമായി ഇവിടെ ആരെങ്കിലും കല്യാണം കഴിച്ച് ഒരുമിച്ച് താമസിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്തിരിഞ്ഞു പോകാം എന്നുള്ള ഓപ്ഷൻ കൊടുത്തപ്പോൾ ഷഹർബാൻ റളിയല്ലാഹു അൻഹു അവർ ഏറ്റവും ഉന്നതരായ അവരെ തന്നെ തിരഞ്ഞെടുത്തു. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കല്യാണം കഴിച്ചു എന്നുള്ളതാണ് ചരിത്രം. അങ്ങനെ അപ്പോൾ രാജകുമാരി കൂടിയായിരുന്നു ഷഹർബാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഒരു പാല് വറ്റി തൻ്റെ കുട്ടിക്ക് പാല് കൊടുക്കാൻ പോലും ഇല്ലാതെയുള്ള അത്രയും തീക്ഷ്ണമായ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കുടിക്കുന്ന ഓരോ വെള്ളവും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ദാനമാണ് നമ്മൾ ആലോചിക്കണം. ആ ഒരു രംഗം നമ്മളിങ്ങനെ മനസ്സിലാലോചിച്ച് നോക്കും. നിറഞ്ഞൊഴുകുന്ന പുഴ അപ്പുറത്തുണ്ടാകുമ്പോൾ ഈ മരുഭൂമിയുടെ ചുട്ടുപൊള്ളുന്ന ആ വെയിൽ പിഞ്ചു കുഞ്ഞുങ്ങൾ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടിയിട്ട് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായിട്ട് ഉറക്കം വരാതെ ഇരുന്നിട്ട് നിൽക്കുന്ന ആ ഒരു അവസരം നമ്മൾ ആലോചിച്ച് നോക്കുക. അങ്ങനെ ആ ഒരു പിഞ്ചു കുഞ്ഞിനെ പുറത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു ഈ കുട്ടിക്കെങ്കിലും നിങ്ങളൊരു തുള്ളി വെള്ളം കൊടുക്കുമെന്ന് പറയുമ്പോഴാണ് ശത്രുപക്ഷത്ത് നിന്ന് അമ്പ് ചെയ്തുകൊണ്ട് ആ കുട്ടിയുടെ ആ ഒരു പിഞ്ചു കുട്ടിയുടെ ആ ഒരു പിന്നെ കഴുത്തിലേക്ക് അമ്പ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് യാത്രയാവും. നമ്മൾ ഈ യുദ്ധത്തിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ വേദനകൾ നമ്മൾ ആലോചിക്കണം. അതായത് തൻ്റെ അലിയുൽ അക്ബർ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടി, അവരാണ് ആദ്യമായിട്ട് യുദ്ധത്തിന് ഇറങ്ങുന്നത്. ഉന്നതനായ പോരാളിയായിരുന്നു, അനേകം ശത്രുക്കളെ വധിച്ച് അവസാനം ഇവർ നേരിട്ട് ഓരോരുത്തരും യുദ്ധം ചെയ്യുന്നതിന് പകരം ഇവരെല്ലാവരും അവസാനം ഒരിക്കലും രക്ഷയില്ല എന്നതുകൊണ്ട് വളഞ്ഞിട്ടാണ്, പിന്നെ ഒരുപാട് പേര് ഒരുമിച്ച് വന്നതുകൊണ്ടാണ്, അങ്ങനെയാണ് അവസാനം ഇവരൊക്കെ യാത്രയാകുന്നത്. അങ്ങനെ ഓരോ കുട്ടിയും യാത്രയാകുമ്പോൾ തൻ്റെ കൂട്ടത്തിലെ ഓരോ അനുചരനും ഓരോ അനുയായിയും തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരും ഒക്കെ യാത്രയാകുമ്പോൾ അവരുടെ ശരീരങ്ങൾ അവിടെ പോയി എടുത്തു കൊണ്ടുവന്ന് വീണ്ടും മറമാടി അല്ലെങ്കിൽ അതിനുവേണ്ടി ശുശ്രൂഷകൾ ചെയ്യുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹു, അതും 56 വയസ്സായിരുന്നു അവിടത്തേക്ക് ഉണ്ടായിരുന്നത്. ആ സമയത്ത് പിന്നെ വെള്ളം കിട്ടാതെ, ഭക്ഷണം കിട്ടാതെ ഈ ഒരു സമയം നമ്മൾ ഈ യുദ്ധത്തിൻ്റെ ഓരോ രംഗങ്ങളും ഇങ്ങനെ നമ്മളെ കണ്ണിൻ്റെ മുന്നിൽ കാണുമ്പോൾ അതിൻ്റെ തീക്ഷ്ണത നമുക്ക് അനുഭവിക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു കുട്ടിയുടെ, അതുപോലെ ഈ ചരിത്രത്തിൽ നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ചരിത്രം നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇതിലുള്ള ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്, അനേകം ചരിത്രങ്ങൾ നമുക്ക് ഷിയ സോഴ്സുകളിലായിരിക്കും നമുക്ക് കാണാൻ കഴിയുക. പല ചരിത്രങ്ങളും നമുക്ക് സുന്നി സോഴ്സുകളിൽ അന്നത്തെ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ടോ ഒക്കെ ഇതിൻ്റെ സുന്നി സോഴ്സുകളിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചരിത്ര ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഇതിൻ്റെ ഈ കർബലയുടെ ഒരു ബാഹ്യമായ ഏകദേശ ചരിത്രം എന്നുള്ളതിലപ്പുറം അതിലത്തെ ഓരോ വിഷയങ്ങൾ നമുക്ക് കാണാൻ കഴിയുക എന്ന് പറയുന്നത് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. എങ്കിലും ഇങ്ങനെയുള്ള ഒരുപാട് ചരിത്രങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. അതിൻ്റെ സോഴ്സുകൾ നമ്മൾ പൂർണ്ണമായി അത് എത്രത്തോളം അത് കറക്റ്റാണ് എന്നുള്ളത് അറിയില്ല. എങ്കിലും ഇതുപോലെയുള്ള ചരിത്രങ്ങൾ നമുക്ക് ഓരോരോ ചരിത്രങ്ങൾ നമുക്ക് ഇങ്ങനെ നമ്മൾ അന്വേഷിച്ച് പോകും നമുക്ക് കാണാൻ കഴിയും. പിന്നെ
അതുപോലെ ഹസൻ റളിയല്ലാഹു അൻഹു യാത്രയായപ്പോൾ ഹസൻ റളിയല്ലാഹുവിൻ്റെ കുട്ടികളെയൊക്കെ എളാപ്പയായിട്ടുള്ള ഹുസൈൻ റളിയല്ലാഹുവിനാണ് വളർത്തിയിരുന്നത്. അബ്ദുള്ള, കാസിം എന്ന് പറയുന്ന 2 കുട്ടികൾ, അവരൊക്കെ ചെറിയ കുട്ടികളാണ്. നമ്മൾ ആലോചിക്കുക, അവർ 10-15 വയസ്സിന് താഴെയുള്ള കുറേ കുട്ടികളാണ് ശത്രുപക്ഷത്തേക്ക് യുദ്ധത്തിന് വേണ്ടിയിട്ട് പോകുന്നതും അനേകം ശത്രുക്കളെ പിന്നെ വധിക്കുന്നതും. അങ്ങനെ അവർ രക്ഷയില്ല എന്നതുകൊണ്ട് എല്ലാവരും കൂട്ടമായി വന്ന് ആക്രമിച്ചുകൊണ്ട് പിന്നെ അവരെ ഷഹീദാക്കുന്നതുമൊക്കെ നമ്മൾ ആ ഒരു ചിന്ത നമ്മൾ ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കുട്ടികളെ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒരിക്കലും യുദ്ധഭൂമിയിലേക്ക് ഇറക്കാൻ സമ്മതിച്ചിരുന്നില്ല. അവസാനം ആ സമയത്താണ് ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു കത്ത് കാണിക്കുകയും ആ കത്തിൽ എഴുതിയിട്ടുള്ളത്, എൻ്റെ കുട്ടി ഈ കത്ത് തുറക്കുന്ന ദിവസം ഞാൻ ഉണ്ടാവുകയില്ല, നിങ്ങൾ ഏറ്റവും വിധിനിർണായകമായ ഒരു അവസരത്തിലായിരിക്കും ഈ കത്ത് തുറക്കുന്നുണ്ടാവുക. ഈ സമയത്ത് എൻ്റെ ഭാഗധേയം, എൻ്റെ പ്രതിനിധിയായിക്കൊണ്ട് ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ എൻ്റെ കുട്ടികളെ നിങ്ങൾ അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഹസൻ റളിയല്ലാഹു അൻഹു ഒരു കത്ത് ഇവർ കാണിക്കുമ്പോഴാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു ഹസൻ റളിയല്ലാഹു അൻഹു 2 ചെറിയ കുട്ടികളായിട്ടുള്ള അബ്ദുള്ള, കാസിം എന്നുള്ളവരുടെ യുദ്ധത്തിന് പറഞ്ഞേക്കുന്നത്. അതുപോലെ സൈനബ് ബീവി റളിയല്ലാഹു, കർബലയുടെ വിഷയം പറയുമ്പോൾ സൈനബ് ബീവി റളിയല്ലാഹു നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല. അവിടുത്തെ കുട്ടികളെയും ഇതുപോലെ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒരിക്കലും സമ്മതിക്കുന്നില്ല യുദ്ധത്തിന് ഇറക്കാൻ. പക്ഷേ വീണ്ടും സൈനബ് ബീവി റളിയല്ലാഹു അൻഹ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആ കുട്ടികളെ പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഇങ്ങനെ വീട്ടിലെ മുഴുവൻ ആളുകളും അള്ളാഹുവിൻ്റെ ഉന്നതമായ അലംഘനീയമായ വിധി എന്നതുപോലെ അലി സൈനുൽ ആബിദീൻ തങ്ങൾ മാത്രമാണ് അന്ന് യുദ്ധത്തിന് ഇറങ്ങാൻ കഴിയാതെ, എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത രീതിയിൽ. ആ സമയത്ത് സൈനുൽ ആബിദീൻ തങ്ങൾ ഒരു വടി കുത്തിപ്പിടിച്ചുകൊണ്ട് ഉപ്പ യുദ്ധത്തിന് ഇറങ്ങുന്നതിന് മുന്നേ എനിക്ക് യുദ്ധത്തിന് ഇറങ്ങണമെന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് പിന്നെ വാശി പിടിച്ചു വരികയും, പക്ഷെ ആ സമയത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹു അതിന് ഒരിക്കലും സമ്മതിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് അങ്ങനെയായിരുന്നു. അതാണ് അള്ളാഹുവിൻ്റെ വിധി. ഈ തൗഹീദിൻ്റെ സന്ദേശം കാലങ്ങളിലേക്ക് അവസാന കാലം വരെ പകർന്നു നൽകാൻ, ആ ഒരു സാക്ഷിത്വം ഏറ്റെടുക്കാൻ പ്രാപ്തിയുള്ള, അതിന് ത്രാണിയുള്ള, അതിന് പരിപൂർണമായി അവകാശപ്പെട്ട ഒരാളെ അള്ളാഹു അവിടെ ബാക്കിയാക്കുക. ബാക്കി എല്ലാവരും ആ യുദ്ധത്തിൽ കർബലയുടെ രണഭൂമിയിൽ യാത്രയാവുകയാണ്. അപ്പോൾ സൈനുൽ തങ്ങൾ മാത്രമാണ് പിന്നെ അവിടെ ബാക്കിയാവുന്നത്. പിന്നീട് ഹുസൈൻ റളിയല്ലാഹു അൻഹു അവസാനം യുദ്ധത്തിലേക്ക് ഇറങ്ങുകയും അങ്ങനെ 50-ലധികം വെട്ടുകൾ ഉണ്ടായിരുന്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരത്തിൽ എന്നാണ്. അങ്ങനെയാണ് അവസാനം ഹുസൈൻ റളിയല്ലാഹു അൻഹു അവസാനം അബ്ബാസ് റളിയല്ലാഹുവിനെ കുറിച്ച് നമ്മൾ സംസാരിക്കണം. അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ വിഷയം നമുക്കല്ല. അബ്ബാസ് റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹു യാത്രയാണ് സമയത്ത് ഓരോ കുട്ടികളെയും ഹസൻ റളിയല്ലാഹു അൻഹുവിനെയും ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഏൽപ്പിക്കുന്നുണ്ട്, ഇവരെ നിങ്ങൾ നോക്കണം, ഇവരെ നിങ്ങൾ നോക്കണം. അപ്പോൾ അവസാനം അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ മാത്രം ആരെയും ഏൽപ്പിക്കാത്തപ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എൻ്റെ മകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ഇങ്ങനെ ഒരു വിഷയം ഒരു ദിവസം വരും, അന്ന് ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം ചെയ്യാൻ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു, അതുകൊണ്ട് നീ നിഴല് പോലെ ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഏൽപ്പിക്കണം. പിന്നീട് അവസാന സമയം വരെ ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ നിഴല് പോലെ സൈന്യത്തിൻ്റെ തലവനായിക്കൊണ്ട് ഓരോ സമയത്തും ഓരോ നിർണായകമായ രംഗങ്ങളിലുമൊക്കെയും അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് പിന്നെ അവിടുന്ന് നിൽക്കുന്നത്. ഇതിൻ്റെ മറ്റൊരു കാര്യം, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ആരാധിക്കുന്നു. അവിടുന്ന് ഈ അലംദാർ അബ്ബാസ് എന്ന് പറഞ്ഞുകൊണ്ട് കുതിരപ്പുറത്ത് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു പ്രതിമ അസർബൈജാനിൽ വലിയ മലമുകളിൽ ആ ഒരു പ്രതിമയുണ്ട്. അതിനെ ആരാധിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അവിടെയുണ്ട്. അസർബൈജാൻ അത് അവിടെ നമുക്ക് ഗൂഗിൾ നോക്കിയാൽ കഴിയും. അങ്ങനെ ഒരു വിഭാഗം തന്നെ അവിടെ ഉണ്ട്. അവർ വന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ഒരു പ്രതിമയിൽ ഇങ്ങനെ നിൽക്കുന്നത്. 2 കുട്ടികളെ, അലി റളിയല്ലാഹുവിൻ്റെ 2 കുട്ടികളെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പ്രതിമയാണുള്ളത്, ഒരു വെങ്കല പ്രതിമ പോലെ. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കാൻ സമയം കഴിഞ്ഞു എന്ന് റാഫി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു വിഷയം, 2 കാര്യങ്ങൾ കൂടി പറയാം. അതായത് 2 ചരിത്രങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. യുദ്ധം അവസാനിച്ചു. ആ സമയത്ത് എല്ലാവരും അഹ്ലു ബൈത്തിലെ ഉന്നതരായ കൂഫയിലേക്ക് അവർ മുന്നേ വന്നു. സൈനബ് ബീവി റളിയല്ലാഹു അൻഹയും അതുപോലെ ഷഹർബാൻ ബീവിയും അതുപോലെ അഹ്ലു ബൈത്തിലെ മറ്റ് സ്ത്രീരത്നങ്ങളും ഒക്കെ കൂഫയിലേക്ക് രാജകുമാരിമാരായിട്ടായിരുന്നു അലി റളിയല്ലാഹുവിൻ്റെ കാലത്ത് അവർ ജനങ്ങൾ മുഴുവനും വളരെ സ്നേഹത്തോടു കൂടിയിട്ട് ആശീർവദിച്ചുകൊണ്ട് വരവേറ്റായിരുന്നു അവർ വന്നിരുന്നത്. യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഇവരെല്ലാവരും കൂടിയിട്ട് പിന്നെ ക്രൂരമായി ആക്രമിക്കപ്പെടുകയും അവരുടെ നിക്കാബ് വലിച്ചു കീറപ്പെടുകയും തമ്പുകൾ തീയിടുകയൊക്കെ ചെയ്ത സമയത്ത് ഷഹർബാൻ ബീവിയൊക്കെ വിഷമിച്ചിരിക്കുമ്പോൾ സൈനബ് ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നമ്മൾ
സാന്ദർഭികമായി പറയുന്നത് നമ്മളെ മജ്ലിസുകളുടെയൊക്കെ സ്ഥാപകയായിട്ട് ഉസ്താദ് പലപ്പോഴും പറയുന്നതും അല്ലെങ്കിൽ ചരിത്രം കാണാൻ കഴിയുന്നതും സൈനബ് ബീവി റളിയല്ലാഹു അൻഹ. കാരണം കർബലയ്ക്ക് ശേഷം പിന്നീട് മദീനയിലേക്ക് ഇവരൊക്കെ തിരിച്ചു വന്നപ്പോഴും സൈനബ് ബീവി റളിയല്ലാഹു അൻഹ കർബലയിലേക്ക് തിരിച്ചു പോവുകയും അവിടെ വരുന്ന യാത്രാ സംഘങ്ങളോട് കർബലയുടെ ആ അന്നേ ദിവസം അഹ്ലു ബൈത്തിലെ പരിശുദ്ധരായ സ്ത്രീരത്നങ്ങളെ ഇങ്ങനെ ക്രൂരമായി ആക്രമിക്കപ്പെടുന്ന സമയത്ത് അന്ന് രാത്രി ഷഹബാർ റളിയല്ലാഹു അൻഹു ഒക്കെ ഇങ്ങനെ വളരെ വിഷണ്ണരായിരിക്കുന്ന സമയത്ത് അവിടുന്ന് വയ്യാതെ കിടക്കുന്ന സൈനുലാബിദാനുള്ള സമയത്ത് ആ ഒരു സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദത്തുന സൈനബ് ബീവി റളിയല്ലാഹു അൻഹയാണ്. അവിടുന്ന് അവരോട് പറയുന്നത്, നിങ്ങൾ സമാധാനമായിരിക്കൂ, ഞാൻ ഈ തമ്പിന് ഞാൻ കാവലിരിക്കാമെന്ന്. അങ്ങനെ അവര് ആ തമ്പിന് കാവൽ നിന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുഖംമൂടി അണിഞ്ഞ ഒരാൾ കടന്നു വരുന്നത് കാണുകയും വാള് എടുത്തുകൊണ്ട് സൈനബ് ബീവി റളിയല്ലാഹു അൻഹ അവിടേക്ക് വേഗം പോയ സമയത്ത് മുഖംമൂടി ഇങ്ങനെ ഉയർത്തി കാണിക്കുമ്പോൾ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു തന്നെയായിരുന്നു അവിടെ വന്നിരുന്നത് എന്നാണ് ചരിത്രം പറയുന്നത്. ആ സമയത്ത് സൈനബ് ബീവി റളിയല്ലാഹു അൻഹ കരഞ്ഞുകൊണ്ട്, ഉപ്പ നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ഓരോരോ സംഭവങ്ങൾ ഇങ്ങനെ പിന്നെ അലി അക്ബറിനെ കുറിച്ച്, അലി അസ്ഗറിനെ കുറിച്ച്, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്, പിന്നെ അതുപോലെ അബ്ദുള്ള എന്നിവരെ കുറിച്ച്, ഖാസിം എന്നിവരെ കുറിച്ച്, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ത്യാഗങ്ങളെ കുറിച്ച്, വേദനകളെ കുറിച്ചിട്ട് ഇങ്ങനെ അവിടുന്ന് ഇങ്ങനെ കരഞ്ഞ് ഉപ്പാനോട് ചോദിക്കുക, നിങ്ങൾ എവിടെയായിരുന്നു ഇത്ര നേരം, ഇപ്പോഴാണ് നിങ്ങൾക്ക് വരാൻ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മോളെ ഞാൻ കാവൽ നിന്നുകൊണ്ട് നിങ്ങൾ പോയി കിടന്നുറങ്ങി പോകുന്നു. ജ്ഞാനികൾ പറയുന്നത് ആ കർബലയുടെ വേദിയിൽ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും മൗല അലി കറമല്ലാഹു വജ്ഹും ഫാത്തിമ ഉമ്മയും സർവ്വ മലായികത്തും അതുപോലെ സർവ്വ ഔലിയാക്കളും സർവ്വ അമ്പിയാക്കളും ഒക്കെ ആ കർബലയുടെ വേദിയിൽ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അതിനൊക്കെ സാക്ഷികളായി അവരെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ജ്ഞാനികൾ പറയുന്നത്. നമുക്ക് ഹദീസിൽ കാണാം, ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ഒരു വിഷയം പറഞ്ഞ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്, അത് ഒഴിവാക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ അള്ളാഹു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് അള്ളാഹു നൽകിയ ഉന്നതമായ സ്ഥാനങ്ങളെ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബോധ്യമാക്കി കൊടുക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഈ ഷഹാദത്ത് അനിവാര്യമായത്. അതുപോലെ പിന്നീട് ഇവരെ ഷാമിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് യാത്രാ സംഘങ്ങൾ പെട്ടെന്ന് ഇവരിങ്ങനെ വളരെ അടിച്ചിട്ടുള്ള രീതിയിലാണ്. നമ്മൾ അഹ്ലു ബൈത്തിന്റെ ശ്രീരത്നങ്ങളെ കുറിച്ച് ആലോചിച്ച് നോക്കുക, അവരെത്ര ഉന്നതരായ രീതിയിൽ പിന്നെ ആളുകളിൽ നിന്ന് ബഹുമാനപൂർവ്വം അവരെ പിന്നെ ഇടപഴകിയിരുന്നവരാണെന്ന്. അങ്ങനെ വലിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് പെട്ടെന്ന് യാത്രാ സംഘം ഒരു അവസരത്തിൽ അവിടെ ഇങ്ങനെ നിൽക്കുകയും പിന്നീട് വാഹനങ്ങളൊക്കെ ഒട്ടകങ്ങളും ഒക്കെ മുന്നോട്ട് പോകാത്ത സമയത്താണ് പിന്നെ ശത്രുക്കൾ വന്ന് നോക്കുമ്പോൾ സൈനബ് ബീവി പറഞ്ഞു, ആരെങ്കിലും ഒരാൾ മിസ്സിങ് ആയിരിക്കും, കാണാതെ പോയിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടാണ് വാഹനങ്ങൾ മുന്നോട്ട് സഞ്ചരിക്കാത്തതെന്ന്. അങ്ങനെ ഇവർ തിരഞ്ഞു നോക്കുമ്പോൾ ആ പിഞ്ചു കുഞ്ഞായ സക്കീന ബീവി അല്ലെങ്കിൽ സുക്കൈന ബീവിയെ കാണാനില്ല എന്ന് മനസ്സിലാവുകയും പിന്നീട് ഇവർ എല്ലാവരും കൂടി തിരഞ്ഞു നോക്കുമ്പോൾ അവിടെയും സൈനബ് ബീവി തന്നെയാണ് പോകുന്നത്. തിരഞ്ഞു നോക്കുമ്പോൾ കുറച്ചപ്പുറത്ത് ഒരു സ്ത്രീയുടെ അങ്ങനെ മുഖംമൂടി അണിഞ്ഞ ഒരു സ്ത്രീയുടെ അമ്മിഞ്ഞ നുകർന്നുകൊണ്ട് ആ കുട്ടി ഇങ്ങനെ കെടുക്കുന്നതും അങ്ങനെ ആ സ്ത്രീയോട് ആ ചെറിയ കുട്ടി എന്തൊക്കെയോ സംസാരിക്കുന്നതുമാണ് സൈനബ് ബീവി കാണുന്നത്. അങ്ങനെ എന്താണ് ഇത് എന്ന് അന്വേഷിച്ചിട്ട് വീണ്ടും സൈനബ് ബീവി പേടിയോട് കൂടിയിട്ട് ആ സമയത്ത് പോയി നോക്കുമ്പോൾ മുഖംമൂടി ഒഴുകുമ്പോൾ സയ്യിദത്തുന ഫാത്തിമ ഉമ്മ റളിയല്ലാഹു അൻഹയായിരുന്നു ആ കുട്ടിക്കപ്പോൾ പാല് കൊടുത്തിരുന്നത്. ഫാത്തിമ ഉമ്മയോട് സുക്കൈന ബീവി തൻ്റെ വേദനകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്ക് ചരിത്രത്തിൽ കാണാൻ. അതുപോലെ ഷാമിലെത്തുന്ന സമയത്ത് അവർ ഇതിൻ്റെ തൊട്ട് മുന്നേ കൂഫയിലെത്തുന്ന സമയത്ത് അവരിങ്ങനെ രാജകീയമായി സ്വീകരിക്കപ്പെട്ടിരുന്ന സമയത്ത് ഇവിടെ ആളുകളൊക്കെ ഏതോ വലിയ കുറ്റവാളികളെ കൊണ്ടുവരുന്നത് പോലെ കല്ലെറിഞ്ഞിട്ടായിരുന്നു അഹ്ലു ബൈത്തിലെ ഈ പരിശുദ്ധരായ ശ്രീരത്നങ്ങളെയും അലി സൈനുലാബിദ് തങ്ങളെയും ഒക്കെ സ്വീകരിച്ച് കല്ലുകൾ എറിഞ്ഞിട്ട് ഒരാൾ പോലും വെള്ളം കൊടുക്കാത്ത രീതിയിൽ വരെ നമ്മൾ ആലോചിക്കുക, ഇത്ര ദിവസം വെള്ളം കിട്ടാതെ അത്രയും തീക്ഷ്ണമായ വേദനകളിലൂടെയാണ് അവർ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകണം മരുഭൂമിയിലൂടെ. ആ സമയത്ത് ഒരാൾ പോലും വെള്ളം കൊടുക്കാത്ത സമയത്ത് ഒരു സ്ത്രീ വന്ന് ഇവർക്ക് വെള്ളം കൊടുത്തു. ഒരു സ്ത്രീ വളരെ അപ്പോൾ അത്ഭുതത്തോട് കൂടിയിട്ട് സൈനബ് ബീവി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് എനിക്ക് വെള്ളം തന്നെന്ന് ചോദിക്കുമ്പോൾ ആ സ്ത്രീ പറയുന്നു, ഞാൻ സയ്യിദത്തുന ഫാത്തിമ ഉമ്മയുടെ വീട്ടിലെ വേലക്കാരിയായിരുന്നു. അപ്പോൾ എന്നോട് ഉമ്മ യാത്രയാവും അല്ലെങ്കിൽ ഞാൻ അവിടുന്ന് പോരുന്ന സമയത്ത് അല്ലെങ്കിൽ യാത്രയാവുന്ന സമയത്ത് എന്നോടൊരു കാര്യം പറഞ്ഞു, ആര് വെള്ളം ചോദിച്ചാലും നിങ്ങൾ ഒരിക്കലും വെള്ളം കൊടുക്കാതിരിക്കരുത് എന്ന് എന്നോട് ഉപദേശം, ഒരു വസിയത്ത് പോലെ എന്നോട് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വെള്ളം തന്നത്. എനിക്ക് ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ, എനിക്ക് ഫാത്തിമ ഉമ്മയുടെ കുട്ടിയായിട്ടുള്ള അന്ന് ഞാൻ അവിടെ ഉണ്ടാകുന്ന സമയത്ത് അവിടെ ചെറിയ കുട്ടിയായിട്ടുള്ള സൈനബ് എന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയെ ഒന്നും കൂടി എനിക്ക് കാണണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ സൈനബ് ഈ കുട്ടി കരഞ്ഞുകൊണ്ട് തൻ്റെ മുഖമക്കനെ ഉയർത്തിക്കൊണ്ട് നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പോൾ
സൈനബ് ബീവിയുടെ മുഖം കണ്ട് ആ സ്ത്രീ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അതേ സമയത്ത് ബോധരഹിതയായി വീണ് യാത്രയായി എന്നാണ് ചരിത്രം. ആ ഒരു അനുഭവത്തിൻ്റെ തീക്ഷ്ണത സഹിക്കാൻ കഴിയാതെ അവർ യാത്രയാണ്. അപ്പോൾ ഇങ്ങനെ കുറേ ചരിത്രങ്ങൾ നമുക്കിവിടെ പറയാം. അഹ്ലുൽ ബൈത്തിൻ്റെ ഓരോരോ വിഷയങ്ങൾ, അവിടുത്തെ പിഞ്ചു കുട്ടികൾ അനുഭവിച്ചിട്ടുള്ള വേദനകളും ഓരോരോ വിഷയങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹുസൈൻ റളിയല്ലാഹു അൻഹു യാത്രയാവുന്നതിന് മുന്നേ ചോദിക്കുന്നുണ്ട്, മൻ യൻസുറുനി, ആരാണ് എന്നെ സഹായിക്കുകയെന്ന്. ആ ഒരു ചോദ്യം ലോകാവസാനം വരെയുള്ള ജ്ഞാനികളോട് അല്ലെങ്കിൽ വിശ്വാസികളോടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവിടുന്ന് ആ ഒരു ഷഹാദത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് അവിടുന്ന് ആ ഷഹാദത്തിന് അവർ ഏറ്റെടുത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു മൻ യൻസുറുനി എന്നുള്ള ചോദ്യം അത് നമ്മോട് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓരോ കർബല ഓരോ വിശ്വാസിയുടെയും ഉള്ളിൽ സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. അവിടെ നമ്മൾ ആ ഫസ്വല്ലി റബ്ബിക വൻഹർ എന്ന് പറയുന്ന ആ ഒരു വൻഹർ അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അല്ലാഹു അക്ബർ എന്നുള്ളതിൻ്റെ അർത്ഥം എനിക്കറിയാം, അതിൻ്റെ വൻഹർ എന്നാണല്ലോ. ആ വൻഹറിൻ്റെ പൂർത്തീകരണമാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഷഹാദത്ത്. അത് ഹുസൈൻ റളിയല്ലാഹു അൻഹു ആ ഷഹാദത്തിലൂടെ നമ്മളെ തന്നെയാണ് നമ്മൾ അറുക്കേണ്ടത്, നമ്മളെ തന്നെയാണ് ബലിയർപ്പിക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കുക. അത് തൗഹീദിൻ്റെ സാക്ഷിത്വമാണ്. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിയുടെ സാക്ഷിത്വമാണ്. അത് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിൻ്റെയും സിദ്ദീഖിയത്തിൻ്റെയും അതുപോലെ ഷഹാദത്തിൻ്റെയും പൂർത്തീകരണമാണ്. ഉലൈകല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ എന്ന് പറയുന്ന ഈ 4 വിഭാഗങ്ങൾ, ഈ ശുഹദാക്കൾ, പിന്നെ നബിമാരും, പിന്നെ മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന, നുബൂവത്തും സിദ്ദീഖിയത്തും ഷഹാദത്തും സ്വാലിഹിയത്തും, ഇത് മുഴുവനും ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാത്രമാണ്. ഓരോ നബിയും ഇത് അഖദുല്ലാഹു മീസാഖൻ നബീന എന്നുള്ള ഖുർആനിൽ പറയുന്നത് പോലെ ഓരോ നബിമാരും നബിയായത് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയാണ്. ഓരോ സിദ്ദീഖീങ്ങളും സിദ്ദീഖായത് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. ഓരോ ശുഹദാക്കളും ഷഹീദായത് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയാണ്. ഓരോ സ്വാലിഹീങ്ങളും സ്വാലിഹായത് അത് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി. ഇവിടെ ആ ഒരു നുബൂവത്തിൻ്റെയും പിന്നെ അതുപോലെ സിദ്ദീഖിയത്തിൻ്റെയും ഷഹാദത്തിൻ്റെയും സ്വാലിഹ്യത്തിൻ്റെയും പൂർത്തീകരണമായിരുന്നു ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഷഹാദത്ത്. കാരണം ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഭൗതികമായ രീതിയിൽ നമുക്ക് ഷഹാദത്ത് കാണാൻ കഴിയില്ല. ആ ഷഹാദത്തിന് പൂർത്തീകരണമായിരുന്നു ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ ഒരു ഷഹാദത്ത് നമ്മളിൽ ഉണ്ടായിരിക്കണം. നമ്മളെ തന്നെ സമ്പൂർണ്ണമായി ബലിയർപ്പിക്കണം. അത് ആ ഒരു ഷഹാദത്ത് എങ്ങനെ സംഭവിക്കുന്നു എന്നാണ് നമ്മൾ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാകുന്ന ഓരോ അശ്ശൈഖു ഫി ഉമ്മത്തിഹി കന്നബി അശ്ശൈഖു ഫി അഹ്ലി കന്നബി ഫി ഉമ്മത്തിഹി എന്നാണ്. ഓരോ ഉമ്മത്തിലും എങ്ങനെയാണ് അവിടുത്തെ നബിമാരുണ്ടായിരുന്നത് പോലെയാണ് ഓരോ സമൂഹത്തിലും അവിടുത്തെ ഷെയ്ഖന്മാർ. അപ്പോൾ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പൂർത്തീകരണത്തിന് വേണ്ടി ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദായിട്ടുണ്ടെങ്കിൽ ആ ഒരു ഷഹാദത്ത് നമ്മളെ ഷെയ്ഖിന് വേണ്ടി നമ്മൾ ഷഹീദാവണം. ആ ഒരു ഷഹാദത്ത് നമ്മളിൽ ഉണ്ടാവണം. എങ്കിൽ മാത്രമാണ് നമ്മൾ ആ ഒരു കർബലയുടെ യാഥാർത്ഥ്യം നമുക്ക് ഗ്രഹിക്കാൻ കഴിയുള്ളൂ. ഒറ്റ കാര്യം കൂടി ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ അവസാനിപ്പിക്കുകയാണ്. ഷാഹസ്ത് ഹുസൈൻ, ബാദുഷാഹസ്ത് ഹുസൈൻ, ദീനസ്ത് ഹുസൈൻ, ദീൻ പനാഹസ്ത് ഹുസൈൻ എന്ന് ബഹുമാനപ്പെട്ട അജ്മീർ ഖ്വാജ മൊയ്ൻ ചിശ്തി റളിയല്ലാഹു അൻഹു പറയുമ്പോൾ, ഹുസൈൻ റളിയല്ലാഹു അൻഹു യാത്രയായപ്പോൾ പിന്നെ എങ്ങനെയാണ് ദീനസ്ത് ഹുസൈൻ, ദീനാണ് ഹുസൈൻ അല്ലെങ്കിൽ ഹുസൈനാണ് ദീൻ എന്ന് പറയുമ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു യാത്രയായാൽ പിന്നെയും എങ്ങനെയാണ് ദീൻ ബാക്കിയാകുന്നത്? അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹുസൈൻ റളിയല്ലാഹു അൻഹു ദീനാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു ആണ് ദീൻ എന്ന് പറയുമ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു യാത്രയായിട്ടും ദീൻ അവിടെ ബാക്കിയാവുന്നുണ്ടെങ്കിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ യാത്ര എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അനമിൻ ഹുസൈൻ മിന്നി എന്ന് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ഹുസൈൻ എന്നിൽ നിന്നാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഞാൻ ഹുസൈനിൽ നിന്ന് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അതിൻ്റെ ഉത്തരം നമ്മൾ കണ്ടെത്തണം. ഇത് വളരെ എല്ലാ സ്വഹിയായ അതുപോലെ അനേകം നമുക്ക് അംഗീകരിക്കുന്ന സോഴ്സുകൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഹദീസാണ്. അലി റളിയല്ലാഹുവിനെ കുറിച്ചും ഹുസൈൻ റളിയല്ലാഹുവിനെ കുറിച്ചും ഈ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ഹുസൈൻ എന്നിൽ നിന്നാണ്, അലി എന്നിൽ നിന്നാണ്, ഞാൻ ഹുസൈനിൽ നിന്നാണ്, ഞാൻ അലിയിൽ നിന്നാണ്. അപ്പോൾ എങ്ങനെയാണ് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുസൈൻ റളിയല്ലാഹു അൻഹു ഹബീബുള്ളയിൽ നിന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്തെല്ലാമായിട്ടുണ്ടോ പൂർണ്ണമായ അതിൻ്റെ മുഴുവനും പിന്നെ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലാണ് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ അനമിൻ ഹുസൈൻ, ഞാൻ ഹുസൈനിൽ നിന്നാണ് എന്ന് പറയുന്നത് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക. അതിൻ്റെ ഉത്തരം നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുക. ഞാൻ ഹുസൈനിൽ നിന്നാണ് എന്നുള്ളത് ആ ഉത്തരമാണ് നമ്മളെ ഷെയ്ഖിനെ മനസ്സിലാക്കുന്ന വിഷയങ്ങളിൽ നമുക്ക് പിന്നെ അറിയാൻ കഴിയുന്നത്.
അപ്പോൾ അത് നമ്മൾ ഓരോരുത്തരും അന്വേഷിക്കുകയും നമ്മൾ സ്വയം ചോദിച്ച് നമ്മൾ സ്വയം അനുഭവിച്ചറിയേണ്ട വിജ്ഞാനമാണത്. ഞാൻ ഹുസൈനിൽ നിന്നാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ്. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഈ കർബലയുടെ ചിന്തകളെ നമ്മൾ ഓരോ സമയത്തും നമുക്കുള്ളിലിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കുടിക്കുന്ന ഓരോ തുള്ളി വെള്ളവും ഓരോ പിടി ഭക്ഷണവും അത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഔദാര്യമാണ്, അവിടുത്തെ പിച്ചയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ആ ഉന്നതമായ മൻ യൻസുറുനി എന്ന് ചോദിച്ച പോലെ അവിടുത്തെ ഷഹാദത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ലോകാവസാനം വരെയുള്ള ഈ ഒരു കൈമാറ്റത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും ഷഹീദാവുക. നേരത്തെ പറഞ്ഞതുപോലെ ഷഹാദത്തിൻ്റെ വിവിധ തലങ്ങളെ, അത് രക്തസാക്ഷിത്വവും ശരീരത്തിൻ്റെ സാക്ഷിത്വവും ആത്മാവിൻ്റെ സാക്ഷിത്വവും ഹൃദയത്തിൻ്റെ സാക്ഷിത്വവും അതുപോലെ അള്ളാഹുവിൻ്റെ ഷഹാദത്തും മലക്കുകളുടെ ഷഹാദത്തും ഉലുൽ ഇൽമിൻ്റെ ഷഹാദത്തും ഈ വിഷയങ്ങളൊക്കെയും നമ്മൾ യാഥാർത്ഥ്യമായി അനുഭവത്തിലൂടെ നമ്മൾ ആ അറിവിനെ അനുഭവമാക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ ഷെയ്ഖിൻ്റെ കരങ്ങളിലൂടെ നമ്മൾ ആ ഒരു ഷഹാദത്തിലേക്ക് യാത്രയാവുക. ഓരോ സമയത്തും ആ ചോദ്യം നമുക്കുള്ളിലുണ്ടായിരിക്കാം. മൻ യൻസുറുനി, ഉന്നതരായ അഹ്ലുബൈത്തിൻ്റെയും ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു ഉന്നതമായ ഷഹാദത്തിൻ്റെ ജ്ഞാനങ്ങളെ, ആ ഒരു അനുഭവങ്ങളെ നമ്മിലേക്ക് ചേർത്ത് വെക്കാൻ നമ്മൾ ഉന്നതരായ പരിശുദ്ധരായ അഭിവന്യരായ സ്നേഹവത്സരനായ നമ്മുടെ പിതാവിൻ്റെ ഗുരുവരിയിലൂടെ ഉസ്താദിൻ്റെ ആ കരങ്ങളിലൂടെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ ഒരു ഷഹാദത്തിനെ പൂർണ്ണമായി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും മറ്റുള്ളവർക്ക് പകർന്നു നൽകാനും ആത്മാവിൻ്റെ അനുഭവങ്ങളിലൂടെ ആ അറിവുകളെ സ്വാംശീകരിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.